ഹലോ എവ്രി വൺ, എല്ലാവർക്കും സിവിലിയൻസ് ഒരുക്കുന്ന JA സക്സസ് മന്ത്രയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും പഠിത്തത്തിൻ്റെ ഒക്കെ ഒരു മൂർധന്യ അവസ്ഥയിൽ എത്തിയിരിക്കുകയെന്ന് വിചാരിക്കുന്നു. 11th എക്സാം, എല്ലാവരും അത്യാവശ്യമൊക്കെ പഠിച്ച് കാണും. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസും അതേപോലെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. സോ നമ്മൾ പ്രീവിയസ്ലി JA അല്ലെങ്കിൽ ഓവർസിയർ ലെവലിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും മെയിനായിട്ട് JA ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സബ്ജക്റ്റിൽ ഏതൊക്കെയാണ് പോർഷൻസ് വരുന്നത് എന്ന് നോക്കാം. സിലബസ് ഒന്ന് നോക്കാം. റോഡ്സ്, റെയിൽവേസ്, ബ്രിഡ്ജസ് ആൻഡ് ടണൽസ്, ഇത്രയും പോർഷൻസിനാണ് 10 മാർക്സ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ബ്രിഡ്ജസ് ഒഴികെ ബാക്കിയുള്ള 3 സെക്ഷൻസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് റോഡ്, റെയില്, ടണല്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് 10 മാർക്ക്. അപ്പോൾ ഒരു പോർഷൻ മാത്രം എത്ര മാർക്ക് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെയുള്ളൊരു ട്രെൻഡ് അനുസരിച്ച് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏത് എക്സാം ആണെങ്കിലും പൊതുവെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഹൈവേയിൽ നിന്നാണ്. അപ്പോൾ ബാക്കി റെയിൽവേയും അതേപോലെ ടണലും ബ്രിഡ്ജും ഒക്കെ വരാറുണ്ട്, സിലബസിൽ പറയാറുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഹൈവേയിൽ നിന്ന് തന്നെയാണ് വരാറ്. അപ്പോൾ നിങ്ങൾ അത് തന്നെ മാക്സിമം ഫോക്കസ് ചെയ്ത് വെയിറ്റേജ് കൊടുത്ത് പഠിക്കുക. ബാക്കിയുള്ളത് പഠിക്കേണ്ടതെന്നല്ല, പക്ഷേ ഇതുവരെ ഒരു ട്രെൻഡ് അനുസരിച്ച് അതിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് റോഡാണ് കാണിച്ചിരിക്കുന്നത്. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റോഡ്സ്, കമ്പോണൻറ്റ് പാർട്സ്, റോഡ് കർവ്സ് ആൻഡ് ഗ്രേഡിയൻറ്റ്, റോഡ് ഡ്രെയിനേജ് സിസ്റ്റം. അതായത് മെയിനായിട്ട് റോഡിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ജോമെട്രിക് ഡിസൈൻ ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ട്. അത് നിങ്ങൾ ഓവർസിയർ ആണെങ്കിലും AE ലെവലാണെങ്കിലും അതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ആ പോർഷൻ തന്നെയാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ജോമെട്രിക് ഡിസൈൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ട് മസ്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഹൈവേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ബാക്കിയുള്ളതും നിങ്ങൾ നോക്കിയിരിക്കണം. നെക്സ്റ്റ് ബ്രിഡ്ജസ് ഉണ്ട്. ടണലിൽ പറഞ്ഞിരിക്കുന്നത് റൂൾസ് യൂസ്ഡ് ഫോർ ദി സൈസസ് ഓഫ് ഡിഫറെൻറ്റ് മെമ്പേഴ്സ്. അത് നിമിയിലെ സെൻറ്റൻസ് അതേപോലെ അവർ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. റൂൾസ് യൂസ്ഡ് ഫോർ ദ സൈസസ് ഓഫ് ഡിഫറെൻറ്റ് മെമ്പേഴ്സ്. അപ്പോൾ നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ നിമിയിൽ ഡിഫറെൻറ്റ് മെമ്പേഴ്സിൻ്റെ സൈസസിനെ പറ്റിയിട്ടൊന്നും അല്ല ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ജനറലി ടണലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിമിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതല്ല. ഓവറോൾ ടണലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ. നമുക്ക് എന്തായാലും ടണലിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദെൻ റെയിൽവേയിൽ പറഞ്ഞ പോലെ പെർമനൻറ്റ് വേ, റെയിൽ ഗേജസ്, ഫങ്ഷൻസ്, അങ്ങനെ കോമൺ ആയിട്ട് റെയിൽവേ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും അതിലും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ഫസ്റ്റ്, പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ഫോർ വെഹിക്കുലർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ്. ഹൈവേയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വളരെ ബേസിക് ആയിട്ട് ജോമെട്രി ഡിസൈനിൽ നിന്ന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജോമെട്രി ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് ജോമെട്രി ഡിസൈൻ. അതായത് ഒന്നാമത് റോഡുമായി ബന്ധപ്പെട്ട എല്ലാ ടേംസും നമ്മൾ അറിഞ്ഞിരിക്കണം. റോഡിൽ നമ്മൾ കാണുന്ന പല പല കാര്യങ്ങൾ അത് അറിഞ്ഞിരിക്കണം. സൈഡ് ഡിസ്റ്റൻസ് അറിഞ്ഞിരിക്കണം. അതേപോലെ ഹൊറിസോണ്ടൽ കർവും വെർട്ടിക്കൽ കർവും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ജോമെട്രി ഡിസൈനിൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ഫോർ വെഹിക്കുലർ മൂവ്മെൻറ്റ് ഈസ് കോൾഡ്. അതായത് ബേസിക്കലി പറഞ്ഞ അത്രയേ ഉള്ളൂ, വെഹിക്കിൾ മൂവ് ചെയ്യുന്ന പോർഷൻ ഏതാണ് വെഹിക്കിൾ മൂവ് ചെയ്യുന്ന ഒരു പോർഷൻ റോഡിൽ? ഇറ്റ് ഈസ് കാരേജ് വേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ റോഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മൾ കാണുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ, വെഹിക്കിൾ മൂവ് ചെയ്യുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രമല്ല അതിന് സൈഡിലേക്കുള്ളത് ഉൾപ്പെടെയാണ് നമ്മൾ റോഡായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഒരു റോഡ് കൺസ്ട്രക്ഷനൊക്കെ വരുമ്പോൾ ഒരുപാട് ഏരിയ ഒന്നിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ലാൻഡ് അക്വയർ ചെയ്യുക. എന്നിട്ട് അതിൽ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെഹിക്കിൾ മൂവ്മെൻറ്റിനായിട്ട് കൊടുക്കുന്നത്. ബാക്കി സൈഡിൽ ഫുട്പാത്തുകൾ കാണാറുണ്ടല്ലോ, അതേപോലെ ഷോൾഡേഴ്സ് ഉണ്ടാവാറുണ്ട് അല്ലേ, അങ്ങനെ പല പല പാർട്ടുകൾ സൈഡിലേക്ക് ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും സെൻറ്ററിൽ വരുന്ന നമ്മുടെ പേവ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതിനെയാണ് എന്ത് പറയുന്നത്, കാരേജ് വേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റോഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയായിരിക്കും കാരേജ് വേ തന്നെയായിരിക്കും. കാരണം ഇതില്ലെങ്കിൽ വെഹിക്കിളിന് മൂവ് ചെയ്യാനുള്ള ഒരു പാത്ത് ഉണ്ടാവില്ല ആണല്ലോ. അപ്പോൾ കാരേജ് വേയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ കാരേജ് വേ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. റോഡ് എടുത്തു, റോഡിൽ ഏറ്റവും സെൻറ്ററിൽ ബിറ്റുമിനസ് അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചറൊക്കെ വെച്ച് നമ്മൾ, അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ലാബ് പോലെയൊക്കെ വാർത്തെടുക്കുന്ന ഈ ഭാഗത്തിനെയാണ് കാരേജ് വേ എന്ന് പറയുക. കാരേജ് വേ
ഇതിലൂടെയാണ് വെഹിക്കിൾസ് മൂവ് ചെയ്യുക. ഇതിൻ്റെ രണ്ട് എൻഡിലുമായിട്ട് ഇതിൻ്റെ ബൗണ്ടറീസ് ഉണ്ട്. ബൗണ്ടറി കാണിക്കാനായിട്ട് ഉള്ള ഈ സ്ട്രക്ചറിനെ നമ്മൾ പറയും കർവ്. കർവിന് രണ്ട് സൈഡിലുമായിട്ട് എക്സ്ട്രാ കുറച്ച് പോർഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ബിറ്റുമിനസ് തന്നെ ആകാം, അല്ലെങ്കിൽ സാധാരണ അവിടെ സൈഡിലുള്ള സോയിൽ തന്നെ ആകാം. അത് പേവ്ഡ് ആവണം എന്നൊരു നിർബന്ധമില്ല. അപ്പോൾ കർവിന് ശേഷമുള്ള ആ രണ്ട് സെക്ഷന് നമ്മൾ പറയുന്നതാണ് ഷോൾഡേഴ്സ്. അപ്പോൾ ബേസിക്കലി എല്ലാ റോഡുകളിലും നോക്കിയാലും ഇത്രയും കാര്യങ്ങൾ കാണാൻ പറ്റും. കർവ് ഇല്ലെങ്കിലും കാരേജ് വേയും ഷോൾഡറും നമുക്ക് കാണാൻ പറ്റും. കോമൺ ആയിട്ടുള്ള നമ്മുടെ നാടുകളിലെ റോഡുകളെല്ലാം നമുക്കിത് കാണാൻ പറ്റും. കാരേജ് വേയിലൂടെയാണ് വെഹിക്കിൾസ് മൂവ് ചെയ്യുക. രണ്ട് സൈഡിലുള്ള ഷോൾഡറിലാണ് ആക്ച്വലി നമ്മൾ പാർക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ സഫിഷ്യൻറ്റ് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് ഭാഗം റോഡിലേക്ക് കയറിയിരിക്കും. എന്നാലും ആ കുറച്ചുള്ള സ്പേസ് നമുക്ക് ഷോൾഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരേജ് വേയുടെ പർപ്പസ് എന്താണ്? വെഹിക്കിൾ മൂവ് ചെയ്യാനുള്ള പാത്താണ്. അപ്പോൾ പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയ വെഹിക്കിളോ മാറ്റിയിടാനുള്ള സ്പേസ് ആണ് ഇത് ഷോൾഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷോൾഡർ നമ്മൾ പറയും എമർജൻസി ലെയിൻ. എമർജൻസി കണ്ടീഷനിൽ വെഹിക്കിൾ മാറ്റി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇത് ഷോൾഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദ മിനിമം വിഡ്ത്ത് ഓഫ് ഷോൾഡർ? എത്രയായിരിക്കും? ഇറ്റ് ഈസ് 2.5 മീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മുടെ റോഡിലൊന്നും ഇത്രയും വീതിയില്ല അല്ലേ? ഒരു വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് എമർജൻസി ലെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. സോ ഇറ്റ് ഷുഡ് ബി 2.5 മീറ്റേഴ്സ്. പക്ഷെ അത്രയൊന്നും നമ്മൾ എല്ലാ റോഡുകളിലും കാണില്ല. അപ്പോൾ നമുക്ക് സ്ഥലം ലിമിറ്റഡ് ആണ് എങ്കിൽ ആ വാല്യൂവിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ആസ് പെർ കോഡ് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 2.5 മീറ്റേഴ്സ് ആണ് ഒരു സൈഡിൽ ഷോൾഡറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഷോൾഡർ അത്രയും കാര്യങ്ങൾ നമ്മൾ മിനിമം നോക്കിയിരിക്കുക. ഷോൾഡർ എന്ന് പറഞ്ഞാൽ എമർജൻസി ലൈനാണ്. അത്യാവശ്യം വന്നാൽ ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നാൽ വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ്. മിനിമം 2.5 മീറ്റേഴ്സ് വീതി വേണം. ഇനി കാരേജ് വേയിലേക്ക് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ കാരേജ് വേ ആയിരുന്നു. വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്ന ഭാഗമാണ് കാരേജ് വേ. അങ്ങനെയാണെങ്കിൽ കാരേജ് വേക്ക് എത്ര വീതി വേണം? കാരേജ് വേയുടെ വിഡ്ത്ത് എത്രയാണ്? അതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും കാണാറുണ്ട്. കാരേജ് വേക്ക് എത്ര വിഡ്ത്ത് വേണം എന്നുള്ളത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കും? അവിടെ എത്ര നമ്പർ ഓഫ്, അതായത് ഇപ്പോൾ ഒന്ന് നോക്കിയേ, 2 ലെയിൻസ് ഉള്ള ഒരു റോഡാണെങ്കിൽ ഇവിടെ 2 വെഹിക്കിളിന് ഒരേ സമയം ട്രാവൽ ചെയ്യണ്ടേ? ഒരേ സമയം 2 വെഹിക്കിളിന് ട്രാവൽ ചെയ്യണം. അതായത് ഒരു ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ലെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വെഹിക്കിളിന് കംഫർട്ടബിൾ ആയിട്ട് പോകാനുള്ള ഒരു സ്പേസ് ആണ് ഒരു ലെയിൻ. 2 ലെയിൻ ഉണ്ടെങ്കിൽ 2 വെഹിക്കിളിന് ഒരേപോലെ പോകാൻ പറ്റണം. 4 ലൈൻ ആണെങ്കിൽ 4 വെഹിക്കിൾസിന് ഒരേ സമയം പോകാൻ പറ്റണം. അപ്പോൾ എത്ര ലെയിൻസ് ഉണ്ടെന്നനുസരിച്ചാണ് കാരേജ് വേയുടെ വീതി മാറുന്നത്. ഓക്കെ, അപ്പോൾ അതായത് കാരേജ് വേക്ക് ഇത്രയാണ് വിഡ്ത്ത് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്പർ ഓഫ് ലെയിൻസ് അനുസരിച്ച് മാറും. എന്നാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ സ്ഥലം കുറവാണെങ്കിൽ വീണ്ടും അതിൽ നിന്ന് ചുരുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് സാധാരണ രീതിയിൽ കാരേജ് വേക്ക് എത്ര വീതി കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്പർ ഓഫ് ലെയിൻസ് അനുസരിച്ചാണ് വീതി കൊടുക്കേണ്ടത്. ഒരു ലെയിനേ ഉള്ളുവെങ്കിൽ കൊടുക്കേണ്ട വിഡ്ത്ത് 3.75 മീറ്റേഴ്സ് ആണ്. അത്രയും മതി. കാരണം ഒരു വെഹിക്കിളിന് വിഡ്ത്തായിട്ട് നമ്മൾ എടുക്കുന്നത് 2.44 മീറ്റേഴ്സ് ആണ്. സോ ഒരു കാരേജ് വേയുടെ സിംഗിൾ ലൈൻ കാരേജ് വേയുടെ വിഡ്ത്ത് എത്ര മതി? 3.75 മീറ്റേഴ്സ് മതി. പക്ഷെ അതേസമയം ഒരു 2 ലൈൻ റോഡ് ആണെങ്കിലോ 3.75 പോരാ. കാരണം 2 വെഹിക്കിൾ ഉണ്ട്, 2 പേർക്കും 2.44 മീറ്റേഴ്സ് വീതിയുണ്ട്. സോ ടോട്ടൽ വിഡ്ത്ത് 7 മീറ്റേഴ്സ് എങ്കിലും വേണം. 2 ലൈൻ ഉണ്ടെങ്കിൽ 7 മീറ്റേഴ്സ് വിഡ്ത്ത് എങ്കിലും വേണം. അപ്പം നമ്പർ ഓഫ് ലൈൻസ് അനുസരിച്ച് കാരേജ് വേ മാറുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം ഒരു ബേസിക് ആയിട്ട് ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത് നോക്കാം. സോ സിംഗിൾ ലൈൻ കാരേജ് വേ ആണെങ്കിൽ ഏത് ടൈപ്പ് കാരേജ് വേ ആണ്? അതിൻ്റെ വിഡ്ത്ത് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്, വിഡ്ത്ത് ഇൻ മീറ്റേഴ്സ്. സിംഗിൾ ലൈൻ കാരേജ് വേ ആണെങ്കിൽ എത്ര വേണം? 3.75 മീറ്റേഴ്സ് വേണം. ദെൻ 2 ലൈൻ ആണ് എങ്കിൽ 7 മീറ്റർ ആണ് സാധാരണ രീതിയിൽ പറയുന്നത്. പക്ഷെ അത് വിത്തൗട്ട് റേസ്ഡ് കർവിൻ്റെ കേസാണ്. വിത്തൗട്ട് റേസ്ഡ് കർവ്. വിത്ത് റേസ്ഡ് കർവ് ആണ് എങ്കിൽ 7 പോരാ, 7.5 മീറ്റേഴ്സ് വേണം. കാരണം നമ്മൾ കർവ് എന്താണെന്ന് കണ്ടു. കാരേജ് വേയുടെ 2 സൈഡിൽ ഉയർന്നിരിക്കുന്ന പോർഷൻസ് സ്ട്രക്ചേഴ്സ് ആണ് കർവ് എന്ന് പറയുന്നത്. അതങ്ങനെ ഉയർന്ന് നിൽക്കുകയാണെങ്കിൽ വെഹിക്കിളിന് ഒരിക്കലും സൈഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്ന കർവ് കൊടുക്കുമ്പോൾ 7 പോരാ, 7.5 മീറ്റേഴ്സ് എങ്കിലും വീതി നമ്മൾ കൊടുക്കണം. ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി 2 അല്ല മൾട്ടി ലൈൻ കാരേജ് വേ ആണെങ്കിൽ എത്ര വേണം? ഓരോ ലൈനിനും 3.5 മീറ്റർ വെച്ചിട്ട് കൊടുക്കണം. 3.5 മീറ്റേഴ്സ് പെർ ലൈൻ ആയിട്ട് കൊടുക്കണം. ഈ ഇത്രയും ഡേറ്റാസ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. സോ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് പോർഷൻ ഓഫ് റോഡ് യൂസ്ഡ് ഫോർ വെഹിക്കുലർ മൂവ്മെന്റ് ഈസ് കോൾഡ് കാരേജ് വേ. അതിന് എത്ര വിഡ്ത്ത് വേണം? കാരേജ് വേയുടെ രണ്ട് സൈഡിൽ കർബ് ഉണ്ട്. കർബിന്റെ ഫംഗ്ഷൻ എന്താണ്? കാരേജ് വേയുടെ ബൗണ്ടറി കാണിക്കുക എന്നുള്ളതാണ്. കർബിന് അപ്പുറത്തേക്ക് ഷോൾഡർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഷോൾഡറിന്റെ പർപ്പസ് എന്താണ്? എമർജൻസി ലെയിൻ ആണ്. എമർജൻസി ലെയിൻ ആയിട്ടുള്ള ഷോൾഡറിന് എത്ര വിഡ്ത്ത് വേണം? മിനിമം 2.5 മീറ്റേഴ്സ് വേണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കി. ദ കോൺവെക്സിറ്റി ഗിവൺ ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കാരേജ് വേ ഈസ് കോൾഡ്. അപ്പോൾ കാരേജ് വേ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺവെക്സിറ്റി ഗിവൺ ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് കാരേജ് വേ. കാരേജ് വേക്ക് കൊടുക്കുന്ന ഒരു കോൺവെക്സിറ്റി, അതായത് നമ്മൾ കാണുന്ന റോഡുകൾ ഇതുപോലെയാണോ? അല്ല. റോഡുകൾ ഒരിക്കലും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടല്ല. നമുക്ക് എല്ലാ റോഡുകളും ശ്രദ്ധിച്ചാൽ കാണാം റോഡിന്റെ സെന്റർ ലൈൻ കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നത്, അല്ലെ? ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഈ സെക്ഷൻ കോൺവെക്സിറ്റി എന്ന് പറയാം. റോഡിന് കൊടുത്തിരിക്കുന്ന കോൺവെക്സിറ്റി. സോ ദ കോൺവെക്സിറ്റി ഗിവൺ ടു ദ ക്രോസ് സെക്ഷൻ ഓഫ് കാരേജ് വേ ഈസ് കോൾഡ്. എന്താണ് ഈ സ്ലോപ്പിന് പറയുന്നത്? ഈ കോൺവെക്സിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്? ഇതിലേതാണ്? ക്യാമ്പർ ആണ്. ക്യാമ്പർ അതായത് റോഡുകൾ ഇതുപോലെ സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറ് ക്രോസ് സെക്ഷനിൽ. ഈ ക്രോസ് സെക്ഷനിൽ കൊടുക്കുന്ന സ്ലോപ്പിനാണ് ക്യാമ്പർ എന്ന് പറയുന്നത്. അതൊരു സ്ലോപ്പാണ്. സോ നമുക്കതിനെ 1/n ആയിട്ടോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടോ എക്സ്പ്രസ് ചെയ്യാം. ക്യാമ്പർ ഇത്ര പെർസെൻറ്റേജ് ആണെന്നോ അല്ലെങ്കിൽ ക്യാമ്പർ ഇത്ര 1/n ആണെന്നോ പറയാം. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുക. ദെൻ ക്യാമ്പർ ഇസ് ദ സ്ലോപ്പ്. ക്യാമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് നമ്മൾ ഇതിൽ പഠിക്കുമ്പോൾ. കാരേജ് വേ പോലെ ഷോൾഡർ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടേമാണ് ക്യാമ്പർ. ക്യാമ്പർ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? എന്തിനാണ് ഇവിടെ ഒരു സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്? എന്തിനായിരിക്കും? ഇവിടെ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും രീതിയിൽ വെള്ളം വരുമ്പോൾ അത് രണ്ട് സൈഡിലേക്ക് ഒഴുകി പോകാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനൊരു സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. സോ ക്യാമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഡ്രെയിനേജ്. ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ക്യാമ്പർ എന്ന് പറയുന്ന സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമ്പർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ക്യാമ്പറിൽ നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഒന്ന് ഈ കാണുന്ന പോലെ എന്താണ് ക്യാമ്പർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ഒന്ന് കോൺവെക്സിറ്റി ആണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് പറയാം കോൺവെക്സിറ്റി ടു ദ ക്രോസ് സെക്ഷൻ ആണെന്നാണല്ലോ പറഞ്ഞത്, അല്ലേ? അതായത് വിഡ്ത്ത് വൈസ് ക്രോസ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺവെക്സിറ്റി ആണ്. അപ്പോൾ ഇതിനെ തന്നെ വേറൊരു രീതിയിൽ നമുക്ക് ഫോമാറ്റ് ചെയ്യാം. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രീതിയാണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ്. ട്രാൻസ്വേഴ്സ് വിഡ്ത്ത് വൈസ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്ലോപ്പാണ് ക്യാമ്പർ. ശരിയല്ലേ? വിഡ്ത്ത് വൈസ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന സ്ലോപ്പാണ് ക്യാമ്പർ എന്ന് പറയാം. അപ്പോൾ വേറെയും ഒരു സ്ലോപ്പ് ഉണ്ട് ഇതേപോലെ, ദാറ്റ് ഈസ് സൂപ്പർ എലിവേഷൻ. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ എലിവേഷൻ കർവുകളിൽ കാണുന്ന ഒരു ട്രാൻസ്ഫർ സ്ലോപ്പാണ്. അതായത് കർവിൽ ചെല്ലുമ്പോൾ റോഡ് ഇതുപോലെ ചെരിഞ്ഞിരിക്കും. ശരിയല്ലേ? ചില കർവുകളിലൊക്കെ നമുക്ക് കാണുമ്പോൾ കാണാം നമ്മളിങ്ങനെ ചെരിഞ്ഞു പോകുന്നതാണ്. ആ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. സൂപ്പർ എലിവേഷൻ. അപ്പൊ സൂപ്പർ എലിവേഷനും ക്യാമ്പറും തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? രണ്ടും വിഡ്ത്ത് വൈസ് ആണല്ലോ, അല്ലെ? രണ്ടും വിഡ്ത്ത് വൈസ് ആണ്. കാണുമ്പോൾ നമുക്കറിയാം ഇതാണ് ക്യാമ്പർ, ഇതാണ് സൂപ്പർ എലിവേഷൻ. അതൊക്കെയാണ്. പക്ഷെ നമ്മുടെ ചോദിക്കുന്നത് ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിവിടെ കോൺവെക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്യാമ്പറിനെയും സൂപ്പർ എലിവേഷനെയും തിരിച്ചറിയാം? അവിടെ ഒരു കാര്യം നോക്കിയാൽ മതി. കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതായിരിക്കും? സൂപ്പർ എലിവേഷൻ ആയിരിക്കും. കാരണം സൂപ്പർ എലിവേഷൻ കർവിൽ മാത്രമേ കൊടുക്കുള്ളൂ. സാധാരണ റോഡുകളിലൊക്കെ എല്ലാ ഭാഗത്തും കൊടുക്കുന്ന സ്ലോപ്പ് ഏതാണ്? ക്യാമ്പർ ആണ്. സോ ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് പ്രൊവൈഡഡ് ടു റോഡ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ക്യാമ്പർ ആണ്. റോഡിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്വേഴ്സ് സ്ലോപ്പ്. പക്ഷേ റോഡിന് കൊടുത്തിരിക്കുന്ന ട്രാൻസ്വേഴ്സ് സ്ലോപ്പ് അറ്റ് കർവ്, എവിടെ? കർവിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? സൂപ്പർ എലിവേഷൻ ആണ്. അപ്പോൾ രണ്ടും സൂപ്പർ എലിവേഷനും ക്യാമ്പറും ഒക്കെ സ്ലോപ്പുകൾ ആയതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരും നമുക്ക് പെർസെൻറ്റേജിലും പറയാം, 1/n പറയാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ആലോചിക്കുക, നോർമലി റോഡിൽ കൊടുക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാമ്പർ. ഇവിടെ അത് വേറൊരു ഫോമാറ്റിൽ ചോദിച്ചിരിക്കുന്നതേ ഉള്ളൂ. ക്രോസ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന കോൺവെക്സിറ്റി ഓക്കെ ക്യാമ്പർ ആണ്.
അപ്പോൾ ക്യാമ്പറിൽ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ക്യാമ്പറിൻ്റെ വാല്യൂ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതാ, it is defined as the slope of the line joining crown and the edge of the surface. അപ്പോൾ ഇതേതായിരിക്കും? ക്രൗണും എഡ്ജ് ഓഫ് റോഡ് സർഫസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ലൈനിൻ്റെ സ്ലോപ്പ് അതും ഇത് തന്നെയാണ്, ക്യാമ്പർ തന്നെയാണ്. ഇതിനെ വേറെ ഫോമാറ്റിൽ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ക്രൗൺ? എഡ്ജ് ഓഫ് റോഡ് സർഫസ് നമുക്കറിയാം. എന്താണ് ക്രൗൺ? ക്രൗൺ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതാ, ക്യാമ്പർ കൊടുത്തിരിക്കുന്ന റോഡാണിത്. ക്യാമ്പർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ, ഒരു സ്ലോപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഉണ്ടാവില്ലേ, ഏറ്റവും ഉയർന്നിരിക്കുന്ന ഒരു പോയിന്റ്. ഈ പോയിന്റിനെയാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഈ പോയിന്റാണ് ക്രൗൺ. ഇതാണ് എഡ്ജ്, റോഡ് സർഫസിന്റെ എഡ്ജ് ആണിത്. സോ ക്രൗണും എഡ്ജും ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈൻ, ഈ ലൈൻ, അതിന്റെ സ്ലോപ്പ് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാമ്പർ തന്നെയാണ്. സോ ക്യാമ്പർ ആണ് ഇവിടെയും ആൻസർ. സോ ക്യാമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല രീതിയിൽ ചോദിക്കും. സംഭവം ഇത്രയേ ഉള്ളൂ, കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ വാല്യൂ കൂടെ അറിയണം. അത് ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ദ റെക്കമെൻഡഡ് ക്യാമ്പർ ഫോർ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്. വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് ഏതാണ്? WBM റോഡ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫുൾ ഫോം ഒക്കെ ചോദിക്കാറുണ്ട്. WBMന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് വാട്ടർ ബൗണ്ട് മെക്കാഡം, WBM. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് WBM റോഡുകളുടെ റെക്കമെൻഡഡ് ക്യാമ്പർ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാമ്പർ എത്രയാണ്? അപ്പോൾ ഈ ഓരോ സ്ലോപ്പിനും കോഡ് ഒരു പെർട്ടിക്കുലർ വാല്യൂ പറയുന്നുണ്ട്, ഒരു വാല്യൂ പറയുന്നുണ്ട്, എത്രയാണ് ഈ സ്ലോപ്പ് കൊടുക്കേണ്ടത്. അത് ഏതൊക്കെ അനുസരിച്ച് മാറും എന്ന് നമുക്ക് നോക്കാം. 2 കാര്യങ്ങൾ അനുസരിച്ചാണ് ക്യാമ്പർ വാല്യൂ മാറുന്നത്. കാരണം ക്യാമ്പർ കൊടുക്കുന്ന എന്തിനാണ്? ഡ്രെയിനേജിനല്ലേ, വെള്ളം ഒഴുകി പോകാനാണ് ക്യാമ്പർ സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത്. സോ അത് എന്തിനനുസരിച്ച് മാറും? നല്ല സ്ലോപ്പ് വേണോ, കുറഞ്ഞ സ്ലോപ്പ് മതിയോ എന്നുള്ളത് 2 കാര്യങ്ങൾക്കനുസരിച്ചാണ് മാറുന്നത്. ഒന്നാമത്തത് ടൈപ്പ് ഓഫ് റോഡ്. എന്ത് ടൈപ്പ് റോഡാണ്? എന്ത് ടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NH ആണോ SH ആണോ എന്നുള്ളതല്ല, ആ റോഡ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണോ? അതായത് കോൺക്രീറ്റ് റോഡാണോ, ബിറ്റുമിനസ് റോഡാണോ, അതോ പുവർ ക്വാളിറ്റി റോഡാണോ? അതായത് എർത്തൺ റോഡ്, അല്ലെങ്കിൽ WBM, നമ്മളിപ്പോൾ കണ്ട WBM, അല്ലെങ്കിൽ ഗ്രാവൽ റോഡ്, ഇങ്ങനത്തെയൊക്കെ റോഡുകളാണോ? ഇതനുസരിച്ച് വാല്യൂ മാറും. കാരണം നല്ല ക്വാളിറ്റി റോഡുകളാണെങ്കിൽ അവിടെ ഒരിക്കലും വെള്ളം താഴ്ന്നു പോവില്ല അല്ലേ, വളരെ കുറവ്, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വളരെ കുറവേ താഴ്ന്നു പോവുള്ളൂ. പക്ഷെ എർത്തൺ റോഡാണെങ്കിലോ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കുന്ന മെറ്റീരിയലാണ്. സോ എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അതനുസരിച്ച് അവിടെ വേണ്ട ഡ്രെയിനേജിന് വേണ്ട സ്ലോപ്പ് മാറും, ക്യാമ്പർ മാറും. പിന്നെ അവിടെ അഫക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റെയിൻഫോൾ ആണ്. റെയിൻഫോൾ, നല്ല റെയിൻഫോൾ ഉള്ള ഒരു സ്ഥലമാണ്, ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ എന്ത് വേണം? പെട്ടെന്ന് വെള്ളം ഒഴുക്കി കളയണം, നല്ല സ്ലോപ്പ് വേണം. പക്ഷെ വളരെ കുറഞ്ഞ മഴ കിട്ടുന്ന സ്ഥലം, ലൈറ്റ് റെയിൻഫോൾ ഉള്ള ഏരിയാസ് ആണെങ്കിൽ എന്ത് മതി? ചെറിയ സ്ലോപ്പ് മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അനുസരിച്ചാണ് വാല്യൂ മാറുന്നത്. നമുക്കൊന്ന് ക്വിക്കായിട്ട് അതിൻ്റെ വാല്യൂസ് ഒന്ന് നോക്കാം. അപ്പോൾ 4 കണ്ടീഷൻസ് ആണ് വരുന്നത്. കോൺക്രീറ്റ് പേയ്മെന്റ്സ്, അതേപോലെ ഹൈ ടൈപ്പ് ബിറ്റുമിനസ് സർഫസ്, ഹൈ ടൈപ്പ് ബിറ്റുമിനസ് സർഫസ്, ഇതൊക്കെയാണ് എങ്കിൽ കുറഞ്ഞ ക്യാമ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ കേസ് വരുന്നത് തിൻ ബിറ്റുമിനസ് സർഫസ് ആണ്, തിൻ ബിറ്റുമിനസ് സർഫസ്. മൂന്നാമത് വരുന്നതാണ് നമ്മൾ പറയുന്ന WBM, അതേപോലെ ഗ്രാവൽ റോഡ്, ദെൻ ഫൈനലി എർത്ത് റോഡ്. നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നതും ഏറ്റവും കുറഞ്ഞ ക്യാമ്പറിൽ നിന്ന് കൂടിയ ക്യാമ്പറിലേക്ക് തന്നെയാണ്. കോൺക്രീറ്റ് റോഡിനൊക്കെ വളരെ കുറഞ്ഞ ക്യാമ്പർ മതി, വെള്ളം വലിച്ചെടുക്കില്ല. പക്ഷെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ പുവർ ക്വാളിറ്റി മെറ്റീരിയലാണ്, ഇവർ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും. ഇനി ഇവരിൽ തന്നെ ഹെവി റെയിൻഫോൾ ആകുമ്പോഴും ലൈറ്റ് റെയിൻഫോൾ ആകുമ്പോഴും വേണ്ട വാല്യൂസ് നമുക്കൊന്ന് നോക്കാം. ഹെവി റെയിൻഫോൾ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജിൽ നമുക്ക് ക്യാമ്പർ പറയാം. സോ ഹെവി റെയിൻഫോൾ ആകുമ്പോൾ ഉള്ള വാല്യൂസ് പഠിക്കാൻ ഒരു എളുപ്പം നമുക്ക് നോക്കാം. 2, 2.5, 3, 4 ഇതാണ് വാല്യൂസ് വരുന്നത്. അതായത് 2, 3, 4 ഇടയിലൊരു 2.5 കൂടെ ഉണ്ട്. ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. സോ ലെഫ്റ്റ് സൈഡ് പ്രത്യേകം പഠിക്കുക. ഇതാണ് ഇവിടെ വാല്യൂസ് വരുന്നത്. ഹെവി റെയിൻഫോൾ ആണ്, നല്ല റെയിൻഫോൾ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല സ്ലോപ്പ് കൊടുത്തു. അതുകൊണ്ട് തന്നെ ലൈറ്റ് റെയിൻഫോൾ ആണെങ്കിൽ ഇത്രയും വാല്യൂ വേണോ? വേണ്ട, ഇത്രയും വാല്യൂ വേണ്ട. ദാറ്റ് ഈസ് ഇവിടെ 1.7 മതി, 2.5ന് ഇവിടെ 2 മതി,
അതേപോലെ ഇവിടെ 2.5 വേണം, ഇവിടെ 3 ആണ് വേണ്ടത്. ഈ രീതിയിൽ ക്യാമ്പർ വാല്യൂ മസ്റ്റായിട്ട് പഠിക്കണം. അപ്പം ഇത്രയാണ് വാല്യൂസ് വരുന്നത്. ഇനി നമുക്ക് നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ദ റെക്കമെൻഡഡ് ക്യാമ്പർ ഫോർ വാട്ടർ ബോൺ മെക്കാഡം റോഡ്, WBM ഏതായിരുന്നു? 2, 2.5, 3 അല്ലേ? 3 ആണ് ഹെവി റെയിൻഫോളിന്, ലൈറ്റ് റെയിൻഫോളിന് എത്ര മതി? 2.5 മതി. പക്ഷെ ഇവിടെയോ 1 in n വാല്യൂ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 in n എത്ര വരും? 1 in 30 to 1 in 48 വരില്ല. 1 in 30 1 in 48 അല്ല എക്സാക്ട് ആൻസേഴ്സ് വരുന്നത്. എക്സാക്ട് ആൻസേഴ്സ് എന്ത് വരും? ഈ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ അവിടെ WBM കണ്ടത്. ഇതാ ഇവിടെ WBM കണ്ടത് 3ഉം 2.5ഉം ആണ്. 3 എന്ന് പറയുമ്പോൾ എത്ര വരും? 1 in 33. 2.5 എന്ത് വരും? 1 in 40. പക്ഷെ അതിനോട് നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷനിലുള്ളത് ഏതാണ്? 1 in 30 to 1 in 48 ആണ്. സോ ഇതാണ് ആൻസർ വരിക. സോ ക്യാമ്പർ എന്താണെന്നും അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ പോയിന്റ്സും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ക്യാമ്പർ ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. A state highway road is to be constructed with bituminous pavement of width 7 meter and a camber of 1 in 50 is provided. What is the rise of ground with respect to edges in meters? അപ്പോൾ ഇതും ക്യാമ്പറുമായി റിലേറ്റ് ചെയ്ത ഒരു പ്രോബ്ലം ആണ്. ഇപ്പോൾ പ്രോബ്ലംസ് ചെറിയ രീതിയിലുള്ള ചില പ്രോബ്ലംസും ഇതുപോലെ ചോദിക്കാം. ഈ സെയിം ഫോമാറ്റ് ആണ്. ഇതിലെ ഈ വാല്യൂസ് മാത്രമേ മാറ്റം ഉണ്ടാവുള്ളൂ. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കേണ്ടത്, ഇവിടെ സ്റ്റേറ്റ് ഹൈവേ ആണോ അതും നമ്മൾ അറിയേണ്ട കാര്യമില്ല. ബിറ്റുമിനസ് പേയ്മെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, വിത്ത് ബിറ്റുമിനസ് പേയ്മെന്റ്. അതേപോലെ വിത്ത് 7 meter ആണ് ആൻഡ് എ ക്യാമ്പർ ഓഫ് 1 in 50 ഈസ് പ്രൊവൈഡഡ്. വാട്ട് ഈസ് ദ റൈസ് ഓഫ് ഗ്രൗണ്ട് വിത്ത് റെസ്പെക്ട് ടു എഡ്ജസ് ഇൻ മീറ്റേഴ്സ്? അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഈ ചോദിച്ചിരിക്കുന്ന സംഭവം എന്താണെന്ന് അറിയണം. ദാറ്റ് ഈസ് ക്രൗൺ ഹൈറ്റ്. ക്രൗൺ ഹൈറ്റ് അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ റൈസ് ഓഫ് ക്രൗൺ വിത്ത് റെസ്പെക്ട് ടു എഡ്ജസ്. ക്രൗൺ എന്താ നമ്മൾ നേരത്തെ കണ്ടു. ക്യാമ്പർ കൊടുക്കുമ്പോൾ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവും. ഇതാണ് ക്രൗൺ. ഈ ക്രൗൺ എഡ്ജിൽ നിന്ന് എത്ര ഹൈറ്റ് മാറിയിട്ടാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അല്ലേ? എഡ്ജിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് ക്രൗൺ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രൗൺ ഹൈറ്റ് എന്ന് പറയുക. ദാറ്റ് ഈസ് എച്ച്. അപ്പം എന്ത് വരും? എച്ച് എന്ത് വരും? W/2n. ഇതാണ് ഇക്വേഷൻ. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കാം. കാരണം W/2n എന്നുള്ളത് ഇത് ബൈ ഹാർട്ട് ചെയ്തെന്ന് കഴിഞ്ഞാൽ എല്ലാ ഫോമാറ്റിലും എല്ലാ ക്വസ്റ്റിലും ഇതേ ഫോമാറ്റിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. Wയും എന്നും അറിയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ് W? W is the width of payment. അത് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 7 meter. ഇനി അതേപോലെ N എന്താണ്? N is the camber. N എന്ന് പറഞ്ഞാൽ ക്യാമ്പർ ആണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കണം, ക്യാമ്പർ എങ്ങനെ വേണം? 1 in n തന്നെ പറയണം. ആ 1 in n പറഞ്ഞാൽ n സ്ഥാനത്ത് എന്താ അവിടെ വരുന്നത്? 50 അല്ലേ വരുന്നത്? ആ 50 മാത്രമാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലാതെ 1/50 എന്ന് എഴുതരുത്. സോ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. H is equal to width 7 meter divided by 2 into n ന്റെ വാല്യൂ 50. ഈ രീതിയിലാണ് വരാം. സോ എന്ത് വരും? 0.07 meters എന്ന് വരും. ഇതാ ഇവിടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 0.07 ഉണ്ട്. ആൻസർ ഈസ് 0.07. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിലാകെ വ്യത്യാസം വരിക ഈ വിഡ്ത്തിലും ക്യാമ്പറിലും ആയിരിക്കും. ഒരേ ഫോമാറ്റിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. The curve which is usually provided on the road for direction change is. ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കർവ് ഏതാണ്? പലതരത്തിലുള്ള കർവുകൾ റോഡിൽ നമ്മൾ കാണാറുണ്ട്. അതായത് ഹൊറിസോണ്ടലി ഉള്ള കർവുണ്ട്, വെർട്ടിക്കലി ഉള്ള കർവുകളുണ്ട്. ഹൊറിസോണ്ടലി ഉള്ള കർവ് തന്നെ എല്ലാം ഒന്നും സർക്കുലർ കർവ് അല്ല അല്ലേ? സർക്കുലർ കർവായിട്ട് കൊടുക്കുന്നതുകൊണ്ട് സർക്കുലർ കർവ് അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത്? കർവ് വിച്ച് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ്. പലതരത്തിൽ കർവുകളുണ്ട്. കോമൺ ആയിട്ട് കൊടുക്കുന്ന കർവ് ഏതാണ്? ഫോർ ഡയറക്ഷൻ ചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സിമ്പിൾ കർവ്. സിമ്പിൾ കർവ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ എന്താണ് സിമ്പിൾ കർവ്? ഇതിൽ വേറെയും കർവുകൾ പറഞ്ഞിട്ടുണ്ട്. കോമ്പൗണ്ട് കർവ്, ട്രാൻസിഷൻ കർവ്, ഡീവിയേഷൻ കർവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കർവ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കർവ് ഇവിടെ പറഞ്ഞ പോലെ 2 തരത്തിലാണ് ബേസിക്കലി ഉള്ളത്. ഒന്ന്
ഹൊറിസോണ്ടൽ കർവ്, മറ്റൊന്ന് വെർട്ടിക്കൽ കർവ്. അപ്പോൾ ഹൊറിസോണ്ടൽ കർവ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു, ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഉള്ള കർവിനെയാണ് ഹൊറിസോണ്ടൽ കർവ് എന്ന് പറയാം. വെർട്ടിക്കൽ കർവ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കലി അതിന് ചേഞ്ചസ് ഉണ്ടാവും, അതായത് ലെവൽ ചേഞ്ച് ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ റൈസ് ചെയ്യും പിന്നെ ലോവർ ചെയ്യും, ആ രീതിയിലാണ് വെർട്ടിക്കൽ കർവിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കർവ് എടുത്ത് നോക്കിയേ, സർക്കുലർ കർവ് അല്ലേ നമ്മൾ കാണുന്നത്, നമ്മുടെ മുന്നിലുള്ളതൊക്കെ സർക്കുലർ കർവാണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കർവിനെ തന്നെ വീണ്ടും നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൊറിസോണ്ടലി നമ്മൾ കൊടുക്കുന്ന കർവുകൾ തന്നെ സിമ്പിൾ കർവ് ഉണ്ട്, അതേപോലെ കോമ്പൗണ്ട് കർവ് ഉണ്ട്, ദെൻ റിവേഴ്സ് കർവ്, ഫൈനലി ട്രാൻസിഷൻ കർവ്. ഇങ്ങനെ പലതരത്തിലെ കർവുകളാണുള്ളത്. ഇതിൽ സിമ്പിൾ കർവ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ കർവ് അല്ലെങ്കിൽ സർക്കുലർ കർവ്, അതാണ് സിമ്പിൾ കർവ്. അതായത് ഒരു കർവ്, അതിന് ഒരു റേഡിയസേ ഉള്ളൂ, ഒരു സെൻറ്ററേ ഉള്ളൂ. ഈ കർവിനെയാണ് എന്താ പറയുക, സിമ്പിൾ കർവ്. നമുക്ക് കാണുമ്പോൾ ഒരു സർക്കിളിൻ്റെ ഒരു പാർട്ട്, ഈ ബാക്കി റേഡിയസ് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ എന്താണ്, ഇതേപോലൊരു കർവ് കാണാൻ പറ്റും. അതൊരു സിംഗിൾ സർക്കിളിൻ്റെ ഭാഗമാണ്, അതാണ് സിമ്പിൾ കർവ് എന്ന് പറഞ്ഞത്. അതിനൊരു റേഡിയസും ഒരു സെൻറ്ററും മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്തത് നോക്കിയേ, കോമ്പൗണ്ട് കർവ്. കോമ്പൗണ്ട് കർവ് എന്ന് പറഞ്ഞാൽ സർക്കുലർ കർവ് തന്നെയാണ്, സർക്കിളിൻ്റെ പാർട്ട് തന്നെയാണ്. പക്ഷെ എന്താണ് ഡിഫറൻസ്? ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾ കർവ്സ് ഉണ്ട്. രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾ കർവ്സ് ഒരുമിച്ച് വെച്ചാൽ ആ കോമ്പിനേഷനെയാണ് നമ്മൾ എന്താ പറയുക, കോമ്പൗണ്ട് കർവ് എന്ന് പറയാം. സോ രണ്ട് കർവ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് സെൻറ്ററും രണ്ട് റേഡിയസും ആയിരിക്കുമല്ലോ. ഇതേപോലെ രണ്ട് സെൻറ്ററും രണ്ട് റേഡിയസും ഉള്ള കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ കർവ് ആണ് ഇത് കോമ്പൗണ്ട് കർവ്. ഇവിടെ രണ്ടെണ്ണം മാത്രമാണെന്നില്ല, രണ്ടിൽ കൂടുതലും ഉണ്ടാവാം. പക്ഷെ എന്താണ്, കോമ്പിനേഷൻ ആണ്, അല്ലാതെ ഒരൊറ്റ സർക്കിളിൻ്റെ ഭാഗമല്ല. ഡിഫറെൻറ്റ് കർവുകൾ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോമ്പൗണ്ട് കർവും റിവേഴ്സ് കർവും. കോമൺ ആയിട്ട് വരുന്ന കർവ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കണ്ടു, ഇറ്റ് ഈസ് സിമ്പിൾ കർവ്. അല്ലാതെ കോമ്പൗണ്ട് കർവും റിവേഴ്സ് കർവും എപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ഒരു ഫോമാറ്റ് ഇങ്ങനെയാണ്, കർവ് കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ കർവ് വിച്ച് ടേൺസ് ഇൻ സെയിം ഡയറക്ഷൻ. ഇവിടെ നോക്കിയേ, രണ്ട് സിമ്പിൾ കർവ്, ഇവർ ഒരേ ഡയറക്ഷനിലല്ലേ ടേൺ ചെയ്യുന്നത്. ഈ രീതിയിലാണ് എങ്കിൽ നമുക്ക് പറയാം അതൊരു കോമ്പൗണ്ട് കർവ് ആണ്. കോമ്പിനേഷൻ ഓഫ് ടു അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടാവാം കേട്ടോ, രണ്ടെണ്ണമല്ല, ചിലപ്പോൾ സൈഡിൽ വേറെയും ഉണ്ടാവാം, ഇതുപോലെ വേറൊരെണ്ണം കൂടെ ഉണ്ടാവാം, രണ്ടോ അതിൽ കൂടുതലോ സിമ്പിൾ കർവ്സിൻ്റെ കോമ്പിനേഷൻ ആണ്. പക്ഷെ അവരെല്ലാവരും എങ്ങനെയാണ്, ഒരേ ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ സിമ്പിൾ കർവ്സ് ടേണിങ് ഇൻ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷൻ ടേൺ ചെയ്യുന്നു. വേറെ രീതി ചോദിക്കാവുന്നത്, ഇവരുടെയൊക്കെ സെൻറ്റേഴ്സ് ഒന്ന് നോക്കിയേ, എല്ലാവരുടെയും സെൻറ്റേഴ്സ് ഒന്ന് നോക്കിയേ, എല്ലാം കർവിൻ്റെ ഒരു സൈഡിലല്ലേ, അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഇവിടെ കോമ്പിനേഷൻ ഓഫ് സിമ്പിൾ കർവ് ആണ്, എങ്ങനെ, ദെയർ സെൻറ്റേഴ്സ് ആർ ഓൺ സെയിം സൈഡ് ഓഫ് ദി കർവ്, കർവിൻ്റെ ഒരേ സൈഡിലാണ് സെൻറ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ റിവേഴ്സ് കർവ് എങ്ങനെയാണ്? റിവേഴ്സ് കർവിലും കോമ്പിനേഷനാണ്, സിമ്പിൾ കർവുകളുടെ കോമ്പിനേഷനാണ്. പക്ഷെ എങ്ങനെ, ഒരാൾ ഇങ്ങനെയാണ് ടേൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത ആൾ ഇങ്ങനെയാണ് ടേൺ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടേൺ ചെയ്യുന്നത്. സോ അവരുടെ സെൻറ്റേഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും, കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ കർവ്സ് ടേണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്ന രണ്ട് സിമ്പിൾ കർവിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ദെയർ സെൻറ്റേഴ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി കർവ് എന്ന് പറയാം. സോ നമ്മൾ ഈ പറയുന്ന മൂന്നെണ്ണവും എന്താണ്, സർക്കുലർ കർവാണ്, എല്ലാം സർക്കിളിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു സർക്കിളിൻ്റെ ഭാഗം മാത്രമേ ഉള്ളൂ, ഇവിടെ കോമ്പിനേഷൻ ആണ്, പക്ഷെ അവർ ഒരേ ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നു. റിവേഴ്സ് കർവ് ആണെങ്കിലും കോമ്പിനേഷൻ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടേൺ ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ട്രാൻസിഷൻ കർവ്? ട്രാൻസിഷൻ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ ആണ്, പേര് പോലെ തന്നെ ട്രാൻസിഷൻ ആണ്. അത് ഒരു സർക്കിളിൻ്റെ പാർട്ടല്ല, അവിടെ ഒരു റേഡിയസ് അല്ല, അവിടെ എന്ത് വരുന്നു, ട്രാൻസിഷൻ ആണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ട്രാൻസിഷൻ. ഇവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസിഷൻ? ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് കർവിലേക്കുള്ള ട്രാൻസിഷൻ. ഓക്കെ, ഇതിനിടയിൽ കൊടുക്കുന്ന ഈ കർവിനെയാണ് നമ്മൾ എന്ത് പറയുക, ട്രാൻസിഷൻ കർവ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ട്രാൻസിഷൻ കർവ്? ട്രാൻസിഷൻ കർവിൻ്റെ റേഡിയസ് എന്താണ്? ഇവിടെ സ്ട്രെയിറ്റ് റോഡിൻ്റെ റേഡിയസ് ആയിരിക്കും തുടങ്ങുമ്പോൾ, അല്ലേ? സ്ട്രെയിറ്റ് റോഡിൻ്റെ റേഡിയസ് എന്താണ്? ഇൻഫിനിറ്റി ആണ് സ്ട്രെയിറ്റ് റോഡിൻ്റെ റേഡിയസ്. ദെൻ സർക്കുലർ കർവിന് ഒരു പെർട്ടിക്കുലർ റേഡിയസ് ഉണ്ടാവും, എത്രയോ ആയിക്കോട്ടെ, ഇപ്പോൾ 100 200 അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടാവും, അല്ലേ, കർവിൻ്റെ റേഡിയസ്. പക്ഷേ സ്ട്രെയിറ്റ് റോഡിനോ ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫിനിറ്റി റേഡിയസിൽ നിന്ന്
ഒരു ഫൈനൈറ്റ് റേഡിയസിലേക്കുള്ള ട്രാൻസിഷൻ ആണ് ട്രാൻസിഷൻ കർവ് നടക്കുന്നത്. ട്രാൻസിഷൻ കർവ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: കർവ് വിത്ത് വേരിയിങ് റേഡിയസ്, അല്ലെങ്കിൽ കർവ് ഹൂസ് റേഡിയസ് ചേഞ്ചസ് ഫ്രം അല്ലെങ്കിൽ വേരീസ് ഫ്രം ഇൻഫിനിറ്റി ടു എ ഫൈനൈറ്റ് വാല്യൂ, അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാവുന്നത് കർവ് വിച്ച് കണക്ട്സ് എ സ്ട്രെയിറ്റ് റോഡ് വിത്ത് എ സർക്കുലർ കർവ്. ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇതെങ്ങനെയൊക്കെ ചോദിച്ചാലും ഇതെന്താണ്, ഒരു സർക്കിൾ അല്ല, സർക്കിളിൻ്റെ ഭാഗമല്ല, ഒരു സെപ്പറേറ്റ് കർവാണ്, അവിടെ വേരിയിങ് റേഡിയസ് ആണ് വരുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡിഫറെൻറ്റ് ആദ്യത്തെ 3 എണ്ണവും സർക്കുലർ കർവാണ്. അതിൽ ഏറ്റവും കോമൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സിമ്പിൾ കർവാണ്. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം അറിയേണ്ടത്, ഇവിടെ ഹൊറിസോണ്ടൽ കർവ്സ് ഒക്കെ എന്തിനാണ് നമ്മൾ കൊടുത്തത്? ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ കണ്ടാലും അറിയാം, ചോദിച്ചിരിക്കുന്ന അങ്ങനെ തന്നെയാണ്. ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടി സാധാരണ കൊടുക്കുന്ന കർവ് ഏതാണ്? ദാറ്റ് ഈസ് സിമ്പിൾ കർവ്. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ കർവിന്റെ പർപ്പസ് എന്താണ്? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. എന്താണ് വെർട്ടിക്കൽ കർവിന്റെ പർപ്പസ്? നമ്മളിവിടെ ഒരു വെർട്ടിക്കൽ കർവ് കൂടെ എഴുതി വെച്ചിരുന്നു. വെർട്ടിക്കൽ കർവിന്റെ പർപ്പസ് എന്താണ്? എന്തിനാണ്? ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ കർവ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ഗ്രേഡിയന്റ്? റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ഒരു സ്ലോപ്പ് ഒക്കെ ഉണ്ടാവില്ലേ, മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്ലോപ്പ്, പിന്നെ ഒരു ഇറക്കം, അങ്ങനത്തെ രീതിയിലുള്ള റോഡുകളൊക്കെ നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന റോഡുകളാണ് അല്ലേ. അപ്പോൾ പല റോഡുകളിലും സ്ലോപ്പ് ഉണ്ടാവും, മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലോപ്പുകൾ ഉണ്ടാവും. ആ സ്ലോപ്പിനെയാണ് ഗ്രേഡിയന്റ് എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ ഒരു റോഡ് കാണിച്ചിട്ടുണ്ട്, ഒരു കയറ്റം വരുന്നുണ്ട്, ദെൻ ഒരു സ്ലോപ്പ് താഴേക്കാണ് വരുന്നത്. സോ ഇങ്ങനെ 2 ഗ്രേഡിയൻസ്, അത് രണ്ട് സ്ലോപ്പാണല്ലോ, അപ്പോൾ 2 ഗ്രേഡിയൻ്റ് ആണെന്ന് പറയാമല്ലോ. ഇതൊരു ഗ്രേഡിയൻ്റ് ആണ്, ഇത് അടുത്ത ഗ്രേഡിയൻ്റ് ആണ്. ഈ 2 ഗ്രേഡിയൻസ്, 2 ഡിഫറെൻറ്റ് ഗ്രേഡിയൻസ്, അവരെ നമ്മളിവിടെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. ഈ പോയിന്റിൽ ഇവർ ജോയിൻ ചെയ്യാണ്. അപ്പോൾ ഒരു ഗ്രേഡിയൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഗ്രേഡിയൻറ്റിലേക്ക് മാറണം. ആ ഒരു ചേഞ്ച്, ആ ഒരു മൂവ്മെൻറ്റ് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ കർവാണ് വെർട്ടിക്കൽ കർവ്. ഓക്കെ, 2 ഗ്രേഡിയൻസ് ഒരുമിച്ച് വന്നപ്പോൾ അവരുടെ ആ ജോയിൻ പൊസിഷനിൽ നമ്മൾ കൊടുത്തതാണ് ഇത് വെർട്ടിക്കൽ കർവ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഹൊറിസോണ്ടൽ കർവ് എവിടെ കൊടുക്കും? ഡയറക്ഷൻ ചേഞ്ചിന് വേണ്ടിയിട്ട്. വെർട്ടിക്കൽ കർവ് എവിടെയാണ് കൊടുക്കുന്നത്? ഗ്രേഡിയന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വെൻ വീൽസ് സ്ലൈഡ് വിത്തൗട്ട് റിവോൾവിംഗ് ദ ഫിനോമിനൻ ഈസ് കോൾഡ്. ഓക്കെ, ഓപ്ഷൻസിൽ സ്കിഡിങ് ഉണ്ട്, സ്ലൈഡിങ് ഉണ്ട്, സ്ലിപ്പ്, സ്പാലിംഗ്. വീൽസ് സ്ലൈഡ് വിത്തൗട്ട് റിവോൾവിംഗ് ദ ഫിനോമിനൻ ഈസ് കോൾഡ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യം, വീലിനെ ബേസ് ചെയ്താൽ ചോദിച്ചിരിക്കുന്നത്. വീൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വീൽ ഇങ്ങനെ റിവോൾവ് ചെയ്യും, അല്ലെങ്കിൽ റൊട്ടേഷണൽ മൂവ്മെന്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്. ശരിയല്ലേ? ഈ 2 മൂവ്മെന്റ്സും സൈമിൾട്ടേനിയസ് ആയിട്ട് നടക്കുമ്പോഴാണ് നോർമലി നമ്മുടെ വെഹിക്കിൾസ് ഒക്കെ മൂവ് ചെയ്ത് പോകുന്നത്. റൊട്ടേഷനും വേണം, ട്രാൻസ്ലേഷൻ മൂവ്മെന്റും വേണം. ഇതിലേതെങ്കിലും ഒന്ന് കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും അവിടെ ഒന്നുകിൽ സ്കിഡായിരിക്കും, അല്ലെങ്കിൽ സ്ലിപ്പായിരിക്കും. എപ്പോഴാണ് സ്കിഡ് ഉണ്ടാവുന്നത്, എപ്പോഴാണ് സ്ലിപ്പ് ആവുന്നത്? അപ്പോൾ സ്കിഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനാണ്. അതായത് വീൽസ് സ്ലൈഡ് വിത്തൗട്ട് റിവോൾവിങ്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ബ്രേക്ക് ചെയ്യാണ്, വെഹിക്കിൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീൽസിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് കുറയില്ലേ? പക്ഷെ അത് മുന്നോട്ട് പോകുന്നില്ലേ അല്ലേ? അപ്പോൾ ഈ റൊട്ടേഷണൽ മൂവ്മെൻറ്റും ട്രാൻസ്ലേഷണൽ മൂവ്മെൻറ്റ്, അതായത് ലീനിയർ മൂവ്മെൻറ്റ്, ഇവർ തമ്മിലൊരു മിസ്മാച്ച് വരും, ഒരു മിസ്പ്രൊപ്പോർഷണലായി പോകും. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൂടി നിന്നു. ഇവിടെ എന്താണ് കൂടി നിന്നത്? റൊട്ടേഷൻ കുറവാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കിഡ് എന്ന് പറയാം. പെട്ടെന്നൊക്കെ വണ്ടി ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പോൾ നമ്മൾ പറയും വണ്ടി സ്കിഡായി എന്ന് പറയും. അല്ലെങ്കിൽ ഇപ്പോൾ സൈഡിൽ നമ്മൾ കർവിലൊക്കെ ടേൺ ചെയ്ത് പോവാണ്, കർവ് ടേൺ ചെയ്ത് നല്ല സ്പീഡിലാണ് കർവിലൂടെ പോകുന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് നിരങ്ങി പോകാനുള്ള ചാൻസ് ഇല്ലേ? അതിന് നമ്മൾ എന്ത് പറയും? ലാറ്ററൽ സ്കിഡിങ് എന്ന് പറയും. അവിടെ നമ്മൾ വണ്ടി സ്കിഡായി എന്നാണ് പറയാം. അപ്പോൾ ലാറ്ററലി നമ്മളിങ്ങനെ നിരങ്ങി പോവാം, നല്ല ഹൈ സ്പീഡിൽ കർവ് ടേൺ ചെയ്താൽ. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? കർവിൽ വീൽസിന് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് കുറഞ്ഞു, നേരിട്ടുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കൂടി നിൽക്കുകയാണ്. അതിനെയാണ് സ്കിഡ് എന്ന് പറയാം. അപ്പോൾ ബേസിക്കലി പറഞ്ഞ എന്താണ്? വണ്ടി നിരങ്ങി അങ്ങ് പോവുകയാണ്, അതാണ് സ്കിഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്ലിപ്പ്. വീൽസ് കറങ്ങുന്നുണ്ട്, പക്ഷെ അത്രയധികം മുന്നോട്ട് പോകുന്നില്ല, അതാണ് സ്ലിപ്പ്. ഈ സ്ലിപ്പ് എന്നുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫിനോമിന നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് വെറ്റ് പേയ്മെൻറ്റിലാണ്. മഴയൊക്കെയുള്ള സമയത്ത് എന്തായിരിക്കും? വെഹിക്കിൾ കിടന്ന് കറങ്ങുന്നുണ്ടാവും, പക്ഷെ മുന്നോട്ട് പോകുന്നില്ല, വണ്ടി സ്ലിപ്പായെന്ന് നമ്മൾ പറയും അല്ലേ? സോ ഇവിടെ വരുന്ന ആൻസർ എന്താണ്? സ്കിഡാണ്. റൊട്ടേഷൻ കുറവാണ്, പക്ഷെ മുന്നോട്ട് നിരങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് ചെയ്യുന്ന കാര്യം സ്കിഡാണെന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് ആൻസർ കിട്ടും.
ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? സ്കിഡിങ് ആണ് ആൻസർ വരിക. Recommended land width of major district roads in open areas in plain and rolling terrain in meters എന്നാണ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് റെക്കമെൻഡഡ് ലാൻഡ് വിഡ്ത്ത്? എന്താണ് ലാൻഡ് വിഡ്ത്ത്? അത് ആദ്യം അറിയണം അല്ലേ? ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് റെക്കമെൻഡഡ് ലാൻഡ് വിഡ്ത്ത് ഫോർ മേജർ ഡിസ്ട്രിക്ട് റോഡ്, ദാറ്റ് ഈസ് MDR. മേജർ ഡിസ്ട്രിക്ട് റോഡ് ഒരു ടൈപ്പ് ഓഫ് റോഡാണ് അല്ലേ? അതായത് നമ്മൾ റോഡുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. NH, SH, MDR, ODR ആൻഡ് VR, ഇങ്ങനെ പലതായിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ MDRകൾക്ക് ലാൻഡ് വിഡ്ത്ത് ഇൻ ഓപ്പൺ ഏരിയാസ് ഇൻ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം അപ്പോൾ നമ്മൾ അറിയേണ്ടത് എന്താണ് ലാൻഡ് വിഡ്ത്ത് എന്ന് അറിയണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു റോഡിന് കാരേജ് വേ ഉണ്ട്, രണ്ട് സൈഡിൽ ഷോൾഡർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലേ? അങ്ങനെ പിന്നെ അങ്ങോട്ട് ഡ്രെയിൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ റോഡിന് വേണ്ടി നമ്മൾ അക്യൂർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ പലയിടങ്ങളിൽ രണ്ട് സൈഡിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കും അല്ലേ? ലാൻഡ് അക്യൂർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലം ഏറ്റെടുത്തിട്ട് ഇതിൽ ഫുൾ വിഡ്ത്തിൽ നമ്മൾ റോഡുകൾ ഉണ്ടാക്കുകയല്ല, കുറച്ച് സ്ഥലം എക്സ്ട്രാ കിടക്കുന്നുണ്ടാവും. ആ എക്സ്ട്രാ കിടക്കുന്ന സ്ഥലം ഉൾപ്പെടെയാണ് റോഡിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്ഥലം ഇങ്ങനെ എക്സ്ട്രാ കിടക്കുന്നുണ്ട്, ഇത് ഉൾപ്പെടെ റോഡിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റോഡിന് വേണ്ടി ഏറ്റെടുത്ത ഈ ടോട്ടൽ സ്ഥലം, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ, ഈ ടോട്ടൽ സ്ഥലത്തിന് നമ്മൾ പറയുന്നതാണ് റൈറ്റ് ഓഫ് വേ. റൈറ്റ് ഓഫ് വേ, ടോട്ടൽ ലാൻഡ് അക്യൂർഡ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ എലോങ് ദി അലൈൻമെൻറ്റ്, അതാണ് റൈറ്റ് ഓഫ് വേ. അപ്പോൾ റൈറ്റ് ഓഫ് വേക്ക് എത്ര വീതിയുണ്ട് അതിനെയാണ് എന്ത് പറയുക? ലാൻഡ് വിഡ്ത്ത് എന്ന് പറയാം. കാരണം റൈറ്റ് ഓഫ് വേയുടെ മറ്റൊരു പേരാണ് റോഡ് ലാൻഡ്. റോഡ് ലാൻഡ് എന്നും റൈറ്റ് ഓഫ് വേനെ പറയാറുണ്ട്. സോ റൈറ്റ് ഓഫ് വേയുടെ വീതിയാണ് എന്ന് പറയുന്നത് ലാൻഡ് വിഡ്ത്ത്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നത്? MDRന് റൈറ്റ് ഓഫ് വേ എത്ര വേണം, എത്ര വീതി വേണം, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമുക്ക് കോഡിൽ തന്നെ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ കോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് IRC 73. IRC 73 ആണ് കോഡ് വരുന്നത്. അതായത് റൂറൽ റോഡ്സിൻ്റെ, റൂറൽ റോഡ് എന്ന് പറയുമ്പോൾ NH, SH, MDR, ODR, VR ഇതിൻ്റെയൊക്കെ കോഡ് വരുന്നത് ഏതാണ്? IRC 73. അതിലാണ് ജോമെട്രിക് ഡിസൈൻ ഓഫ് റൂറൽ റോഡ് വരുന്നത്. പക്ഷേ അർബൻ റോഡുകളാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ്പ്രസ് വേ, ആർട്ടീരിയൽ റോഡ്, സബ് ആർട്ടീരിയൽ റോഡ്, അതേപോലെ കളക്ടർ സ്ട്രീറ്റ്, ലോക്കൽ സ്ട്രീറ്റ്, ഇങ്ങനെയുള്ള അർബൻ റോഡുകളുടെ കോഡ് ഇതല്ല, ദാറ്റ് ഈസ് IRC 86. ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. സോ IRC 73 അനുസരിച്ച് ലാൻഡ് വിഡ്ത്ത് ഓഫ് MDR എന്താണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ടേബിൾ കാണാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡുകൾ, അതേപോലെ പല കണ്ടീഷൻ അനുസരിച്ച് വാട്ട് ഈസ് ലാൻഡ് വിഡ്ത്ത് എന്നാണ് തന്നിരിക്കുന്നത്. ലാൻഡ് വിഡ്ത്ത് പല കണ്ടീഷൻ അനുസരിച്ച് മാറുന്നുണ്ട്. ഏതൊക്കെയാണ്? റോഡ് അനുസരിച്ച് മാറുന്നുണ്ട്, ടെറൈൻ അനുസരിച്ച് മാറുന്നുണ്ട്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണോ, മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ആണോ, അതോ ഓപ്പൺ ഏരിയ, അതിൽ തന്നെ ഓപ്പൺ ഏരിയ ആണോ, ബിൽറ്റപ്പ് ഏരിയ ആണോ, ഇതൊക്കെ അനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട്, ഇപ്പോൾ എല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഈ ഫസ്റ്റ് കിടക്കുന്ന ആ കോളം ഫുള്ളൊന്ന് പഠിച്ചേക്കാം. അതായത് NH ആൻഡ് SHന് എത്രയാണ്? പ്ലെയിൻ ആൻഡ് റോളിങ്ങിൽ ഓപ്പൺ ഏരിയയിൽ എത്ര വേണം? 45 meters. MDR നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ്, എത്രയാണ് വേണ്ടത്? 25 meters. ദെൻ ODR അതർ ഡിസ്ട്രിക്ട് റോഡിന് 15 meters, വില്ലേജ് റോഡിന് 12 meters. ഇതാണ് വാല്യൂസ് വരുന്നത്. ഇത്രയും ബൈ ഹാർട്ട് ചെയ്തിരിക്കുക. ഇതൊക്കെ നമുക്ക് വരുന്ന നോർമൽ ലാൻഡ് വിഡ്ത്ത് ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് റേഞ്ച് കാണാം, അതായത് മിനിമം ആൻഡ് മാക്സിമം കാണാൻ പറ്റും. അപ്പോൾ അത് NHൻ്റെ എങ്കിലും നമ്മളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ദാറ്റ് ഈസ് മിനിമം ലാൻഡ് വിഡ്ത്ത് ഫോർ NH എത്രയാ? 30 meters. മാക്സിമം എത്രയാണ്? 60. നോർമലി എടുക്കുന്നതാണ് 45. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് MDRൻ്റെ ആണ്. സോ എന്താ ആൻസർ വരും? 25 വരും. അത് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ദാറ്റ് ഈസ് 25 ആണ് ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ കംഫർട്ടബിൾ ട്രാവൽ ഓൺ ഹൈവേസ് the centrifugal ratio should not exceed. Centrifugal ratio എത്രയിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ ഈസ് 0.22. അപ്പോൾ എന്താണ് സെൻട്രിഫ്യൂഗൽ റേഷ്യോ? അതാദ്യം നോക്കണം. സെൻട്രിഫ്യൂഗൽ റേഷ്യോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സുമായി റിലേറ്റ് ചെയ്തതാണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഒരു കർവിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വെഹിക്കിൾസിന് ഫീൽ ചെയ്യുന്ന ഫോഴ്സാണ് ഏത്? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. അത് വെഹിക്കിൾസിനെന്നല്ല, എപ്പോഴൊക്കെ ഇങ്ങനെ ഒരു കർവിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ടോ
ഏത് ഒബ്ജക്റ്റിനും ആ ഫോഴ്സ് ഫീൽ ചെയ്യും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലേ. കർവിന്റെ സെൻറ്ററിൽ നിന്ന് ടു ദി ഔട്ട്വേർഡ് ആണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ത്രൂ ദി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ വെഹിക്കിൾ ആണെങ്കിൽ വെഹിക്കിളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പുറത്തേക്കാണ് അതിന്റെ ഡയറക്ഷൻ വരിക സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ. എന്താണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? P ഈക്വൽ ടു mv²/r ആണ് ഇക്വേഷൻ വരുന്നത്. mv²/r. അപ്പോൾ m എന്ന് പറഞ്ഞാൽ മാസ് ആണ്. അപ്പോൾ നമുക്കതിനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ P ഈക്വൽ ടു W/g ഇൻറ്റു v²/r എന്ന് എഴുതാം അല്ലേ. ഈ ഡബ്ല്യുവിനെ നമ്മളൊന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് എഴുതാം P/W ഇസ് ഈക്വൽ ടു v²/gr. P/W ഇസ് ഈക്വൽ ടു v²/gr. അപ്പോൾ ഹൊറിസോണ്ടൽ കർവുകൾ അല്ലേ, കർവ് അവിടെയാണല്ലോ വരുന്നത്, ഹൊറിസോണ്ടൽ കർവുകൾ അവിടെയാണ് റേഡിയസ് ഉള്ളത്, അവിടെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ എഫക്റ്റ് വരുന്നത്. കാരണം വളരെ റേഡിയസ് കുറവാണ്, കർവാണ്. കാരണം സ്ട്രെയിറ്റ് റോഡ് ആകുമ്പോൾ എത്ര റേഡിയസ്? ഇൻഫിനിറ്റി അല്ലേ. ഇപ്പോൾ റേഡിയസ് കൂടുതലായതുകൊണ്ട് തന്നെ, ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ സ്ട്രെയിറ്റ് റോഡിൽ ഇതൊരു പ്രശ്നമല്ല. പക്ഷെ ഒരു കർവ് വരുന്ന സമയത്ത്, ഒരു ഫൈനൈറ്റ് റേഡിയസ് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഒരു വലിയ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. അവിടെ നമ്മൾ ഈ P/W വാല്യൂ എപ്പോഴും കുറഞ്ഞിരിക്കാനായിട്ട് നോക്കണം. എത്രയിലാണ് കുറഞ്ഞിരിക്കേണ്ടത്? P/W എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ റേഷ്യോ എന്ന് പറയുന്നത്. P/Wനെയാണ് സെൻട്രിഫ്യൂഗൽ റേഷ്യോ അല്ലെങ്കിൽ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത്. ഇമ്പാക്ട് ഫാക്ടർ, സെൻട്രിഫ്യൂഗൽ റേഷ്യോ അല്ലെങ്കിൽ ഇമ്പാക്ട് ഫാക്ടർ. അപ്പോൾ P/Wനെയാണ് ആ പേര് പറയുന്നത്. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? സെൻട്രിഫ്യൂഗൽ റേഷ്യോ ഷുഡ് നോട്ട് എക്സീഡ്. P/W എന്തിൽ കൂടാൻ പാടില്ല? 0.22 കൂടാൻ പാടില്ല. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ P/W ഷുഡ് ബി ലെസ് ദാൻ 1/4 ആണ് വരേണ്ടത്. അപ്പോൾ 1/4 ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്നത് 0.22 ആണ്. സോ സെൻട്രിഫ്യൂഗൽ റേഷ്യോ അല്ലെങ്കിൽ ഇമ്പാക്ട് ഫാക്ടർ ഷുഡ് നോട്ട് ബി മോർ ദാൻ 0.22. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The arrangement of taking one road over or under another by means of a bridge when two or more roads meet or cross one another is. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? Arrangement of taking one road over or under another by means of a bridge when two or more roads meet or cross one another. അപ്പോൾ രണ്ട് റോഡുകളുടെ ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഫ്ലൈ ഓവർ ആണോ എന്നുള്ള ഡൗട്ടൊക്കെ വരും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ രണ്ട് റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതിലൊരു റോഡിനെ നമ്മൾ മുകളിലൂടെ അല്ലെങ്കിൽ താഴെ കൂടെ പാസ് ചെയ്യുന്നു. ഇവർ പരസ്പരം കാണുന്നില്ല. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ എന്താണ് ആൻസർ വരിക? ഇറ്റ് ഈസ് ഗ്രേറ്റ് സെപ്പറേഷൻ. ഗ്രേറ്റ് സെപ്പറേഷൻ. രണ്ട് തരത്തിലാണ് നമുക്ക് ഇൻ്റർസെക്ഷൻസ് വരുന്നത്. ഇൻ്റർസെക്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടോ അതിൽ കൂടുതലോ റോഡുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഒരു ഇൻ്റർസെക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ. ഇൻ്റർസെക്ഷൻ അവിടെ രണ്ടോ അതിൽ കൂടുതലോ റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ്റർസെക്ഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അഡ്ഗ്രേഡ് ഇൻ്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷനും. അഡ്ഗ്രേഡ് ഇൻ്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റഡും. അഡ്ഗ്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ നോർമലി കാണുന്ന ഇൻ്റർസെക്ഷൻ തന്നെയാണ്. ഒരു റോഡിൽ നിന്ന് വരുന്ന ആൾക്കാർ അടുത്ത റോഡിൽ നിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അവരെ കൺട്രോൾ ചെയ്തിട്ടില്ല, സിഗ്നൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ കൂട്ടിയിടിക്കും. അതിനെയാണ് അഡ്ഗ്രേഡ് എന്ന് പറയാം. അവർ രണ്ടുപേരും ഒരേ ലെവലിലാണ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരുപാട് ട്രാഫിക് ഉണ്ടെങ്കിൽ ഇവരെല്ലാവരെയും കൂടെ കൺട്രോൾ ചെയ്ത് ഇതിനകത്ത് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ സിഗ്നൽ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ റോട്ടറി ഐലൻഡുകളൊക്കെ കൊടുക്കാറില്ലേ, റൗണ്ട് ബോട്ടുകളായിട്ട് കൊടുക്കാറില്ലേ, അങ്ങനെ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ അവർ എന്താവുള്ളൂ, സേഫായിട്ട് ആക്സിഡൻ്റ് ഒന്നും ഇല്ലാതെ അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതല്ലാതെ മറ്റൊരു ഓപ്ഷനാണ് ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ട്രാഫിക്കാണ്, ഇവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പേര് മുകളിലൂടെ ട്രാവൽ ചെയ്യും, കുറച്ച് പേര് താഴെ കൂടെ പോകും. ഓക്കെ, അതായത് ഇവിടെയും റോഡുകൾ മീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് പേര് മുകളിലൂടെയാണ് പോകുന്നത്, ബാക്കി കുറച്ച് പേര് താഴെ കൂടെയാണ് പോകുന്നത്. ഇൻ്റർസെക്ഷൻ ആണ്. നമ്മൾ ടോപ്പ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇവരിവിടെ ക്രോസ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എന്താണ്, ഇവരാരും തമ്മിൽ ഡയറക്റ്റ്ലി കാണുന്നില്ല. ഒരാൾ മുകളിലൂടെ മറ്റേയാൾ താഴത്തെ കൂടെ. അപ്പോൾ ഇത് ഗ്രേഡ് സെപ്പറേഷൻ ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ ഇതാ ഈ റോഡിലൂടെ പോകുന്ന ആൾക്ക് ഈ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെങ്കിലോ അവരെ തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ഷൻസ് കൊടുക്കണം. ആ കണക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, റാമ്പ് എന്ന് പറയുക. റാമ്പ്.
ഒരു ലെവലിലുള്ള റോഡിൽ നിന്ന് അടുത്ത ലെവലുള്ള റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ആ കണക്ഷൻസിനെയാണ് നമ്മൾ റാമ്പ് എന്ന് പറയുക. അപ്പോൾ പലതരത്തിലെ ഇന്റർചേഞ്ചുകൾ, ഇതിനെ ആ സിസ്റ്റത്തിനെ നമ്മൾ പറയും ഇന്റർചേഞ്ച്. നമ്മൾ മുകളിൽ നോക്കുമ്പോൾ ഒരു ഷേപ്പ് അനുസരിച്ച് നമുക്ക് പറയാം ക്ലോവർ ലീഫ് ഇന്റർചേഞ്ച്, ഡയമണ്ട് ഇന്റർചേഞ്ച് എന്നൊക്കെ നമുക്ക് പറയാം. ചിലത് ഫ്രീ ഫ്ലോ ഇന്റർചേഞ്ച് ആയിരിക്കും, പല പല ഡയറക്ഷനിലേക്ക് പല പല റാമ്പുകളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രീ ഫ്ലോ ഇന്റർചേഞ്ച് ഉണ്ട്. അപ്പോൾ അവിടെ എത്ര ട്രാഫിക് ഇൻറ്റൻസിറ്റി ഉണ്ടെന്നനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് റോഡുകളൊക്കെ മാറ്റി മാറ്റി കൊടുക്കാം. പക്ഷെ ഇതിനൊരു പ്രശ്നം, ഒരുപാട് സ്പേസ് അത് യൂസ് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് സെപ്പറേറ്റഡ് ഇൻ്റർസെക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ടുള്ളത്, ഒരുപാട് സ്പേസ് അത് എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് എന്താണ്? ഗ്രേഡ് സെപ്പറേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The method of construction of cement concrete roads where entire width of road is constructed continuously from one end to the other is called. അപ്പോൾ കോൺക്രീറ്റ് റോഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. കോൺക്രീറ്റ് റോഡിലെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? entire width of road is constructed continuously from one end to the other. entire width കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഫ്രം one end to the other end. പല പല മെത്തേഡുകൾ കാണിച്ചിട്ടുണ്ട്. സ്ട്രിപ്പ് മെത്തേഡ്, കണ്ടിന്യൂസ് ബേ മെത്തേഡ്, ഫുൾ വിഡ്ത്ത് മെത്തേഡ്, ഓൾ ഓഫ് ദി എബോവ്. ആക്ച്വലി പറഞ്ഞാൽ ഈ പറയുന്ന 3 മെത്തേഡും ഒന്ന് തന്നെയാണ്. സോ ആൻസർ എന്ത് വരും? ഓൾ ഓഫ് ദി എബോവ് എന്ന് വരും. അപ്പോൾ എന്താണ് ഈ സ്ട്രിപ്പ് മെത്തേഡ്? സ്ട്രിപ്പ് മെത്തേഡ് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അതാണ് നമുക്ക് നോക്കേണ്ടത്. അതെ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്ട്രിപ്പ് മെത്തേഡ് നോക്കാം. കണ്ടിന്യൂസ് ബേ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രിപ്പ് മെത്തേഡ്. സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന റോഡിൻ്റെ ഇവിടെ റോഡിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ടോട്ടൽ വിഡ്ത്ത് ആണ്. ഈ ടോട്ടൽ വിഡ്ത്തിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സ്ട്രിപ്പ്, ഇതാണ് ഒരു സ്ട്രിപ്പ്, ഇത് അടുത്ത സ്ട്രിപ്പാണ്. ഓക്കെ, 2 സ്ട്രിപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഇതിപ്പോൾ ഒരു 2 ലൈൻ റോഡാണ്. അപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇവിടെ ഒരൊറ്റ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ. ഇത് 2 ലൈൻ ആയതുകൊണ്ടാണ് 2 സ്ട്രിപ്പായിട്ട് വരുന്നത്. ഇത് സിംഗിൾ ലൈൻ ആണെങ്കിൽ ഒരു സ്ട്രിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ബേ മെത്തേഡ്, ബേ ആണ് പറഞ്ഞത്, കണ്ടിന്യൂസ് ബേ മെത്തേഡ്. അടുത്ത മെത്തേഡ് എന്താണ്? ഓൾട്ടർനേറ്റ് ബേ മെത്തേഡ്. ബേ എന്നൊരു ടേമും കൂടെ നമ്മളവിടെ കേൾക്കുന്നുണ്ട്. ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് സെക്ഷൻസിനെയാണ് നമ്മൾ ബേ എന്ന് പറയുക. ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ബേ എന്ന് പറയുന്നത്. അത് ബേസിക്കലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു റോഡിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനലിയും ട്രാൻസ്വേഴ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു ലോഞ്ചിനുള്ള സെക്ഷനെയാണ് നമ്മൾ സ്ട്രിപ്പ് എന്ന് പറയാം. ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഒരു സെക്ഷനെയാണ് ബേ എന്ന് പറയാം. ഓക്കെ, ട്രാൻസ്വേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ സെക്ഷൻ നമ്മൾ ബേ എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡിനുള്ള സെക്ഷനെ നമ്മൾ സ്ട്രിപ്പ് എന്നും പറയും. ഇതാണ് നമ്മൾ ബേസിക്കലി അറിയേണ്ട കാര്യം. ഇത് സ്ട്രിപ്പാണ്, ട്രാൻസ്വേഴ്സ് ആയിട്ട് വരുന്നതെല്ലാം ബേ ആണ്. അപ്പോൾ ഇവിടെ പലതരത്തിൽ, ഇപ്പോൾ 2 ലൈൻ ആണെങ്കിൽ, ഇപ്പോൾ ഇത് 2 ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്, ഒരുപാട് സ്ട്രിപ്പുകൾ, 2 സ്ട്രിപ്പുകളും ഒരുപാട് ബേസും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ സിംഗിൾ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, സിംഗിൾ ലൈൻ റോഡാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്കിത് അനലൈസ് ചെയ്യാം. നമുക്ക് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു സിംഗിൾ ലൈൻ റോഡ്. ഓൾട്ടർനേറ്റ് ബേ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബേസ് മാത്രം എന്ത് ചെയ്യും? കോൺക്രീറ്റ് ചെയ്യും. ഓൾട്ടർനേറ്റുള്ള ബേസ് മാത്രം കോൺക്രീറ്റ് ചെയ്യും, ബാക്കിയുള്ളവിടെ ഒഴിച്ചിടും. ഇത് സെറ്റായതിനു ശേഷമാണ് നമ്മൾ ഈ ഒഴിച്ചിട്ട ഭാഗത്തേക്ക് കോൺക്രീറ്റിങ്ങിന് ചെല്ലുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ ബേകളിലെ, ഇതെല്ലാം ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഓരോ സെക്ഷൻസ് ആണ്. ഇതൊക്കെ ഓരോ ബേ ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സെക്ഷൻസിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇത് സെറ്റായതിനു ശേഷമായിരിക്കും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്മൾ ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് ബേസ് ഉണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബേസിൽ മാത്രം ഇതേപോലെ ഇങ്ങനെയായിരിക്കും എടുക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബേസിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? കോൺക്രീറ്റിങ് ചെയ്യും. അതായത് ഒരു സ്ട്രിപ്പിലല്ല, 2 സ്ട്രിപ്പിലും കൂടെ ഓൾട്ടർനേറ്റ് ബേസിൽ ഇങ്ങനെ എന്ത് ചെയ്യും? കോൺക്രീറ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. ഈ ബേ നമ്മൾ ഒഴിച്ചിട്ടിരിക്കും. ഒരെണ്ണം സെറ്റായതിനു ശേഷമാണ് ഒഴിച്ചിട്ടയിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഓൾട്ടർനേറ്റ് ബേ ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? ഫുൾ വിഡ്ത്തിൽ നമുക്ക് കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല ആക്ച്വലി, അല്ലേ? ഫുൾ വിഡ്ത്ത് നമ്മൾ കവർ ചെയ്യുന്നില്ലെങ്കിൽ പോലും എന്താണ്, ഏതെങ്കിലും ഒരു ഭാഗം ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, ഒരു സൈഡ് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഫുൾ റോഡ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ റോഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാതെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാരലലി നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫുൾ റോഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ യൂസേജ് നടക്കുകയുള്ളൂ. പക്ഷേ
കണ്ടിന്യൂസ് ബേ മെത്തേഡ് ആണെങ്കിലോ ഒന്ന് നോക്കേ. കണ്ടിന്യൂസ് ബേ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രിപ്പ് മെത്തേഡ് എന്നൊക്കെ പറയുമ്പോൾ, സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രിപ്പ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടെ എളുപ്പമാണ്. ഒരു സ്ട്രിപ്പ് ഒന്നിച്ചാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരു സ്ട്രിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കണ്ടിന്യൂസ് ബേ മെത്തേഡ് എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ബേ മെത്തേഡ് എന്ന് പറയാൻ കാരണം ഇതിൽ ഓൾട്ടർനേറ്റ് ഒന്നും ഒഴിച്ചിട്ടില്ല, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കാസ്റ്റ് ചെയ്തിരിക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ വിഡ്ത്ത് എന്ന് പറയാം. ഒരു ലൈൻ കംപ്ലീറ്റ്ലി നമ്മൾ ഒന്നിച്ചങ്ങ് കാസ്റ്റ് ചെയ്യുന്നു. ഇത് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ഇത് സെറ്റ് ആയതിനു ശേഷമാണ് അടുത്തതിലേക്ക് പോകുന്നത്. സോ ഒരു റോഡ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ റോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഒരുപാട് കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല മറ്റേതുപോലെ. മറ്റേത് ഫുൾ വിഡ്ത്തും ചെയ്തതിന് ശേഷം മാത്രമേ യൂസേജ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ എന്താണ്? ഒരു സ്ട്രിപ്പ് കണ്ടിന്യൂസ്ലി കാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്ത സ്ട്രിപ്പിലേക്ക് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരാം? നമ്മൾ നോക്കിയേ. Method of construction of cement concrete roads where entire width of road is constructed continuously from one end to the other is called strip method, continuous bay method, full width method. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സോ ഓൾ ഓഫ് ദി അബോവ് ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Slope of road pavement in longitudinal direction is called. Slope of pavement in longitudinal direction. നമ്മൾ നേരത്തെ കണ്ടതേ ഉള്ളൂ. എന്താണത്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടതേ ഉള്ളൂ. ലെങ്ത് വൈസ് വരുന്ന സ്ലോപ്പ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ റോഡിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ റൈസ് ഉണ്ടാവാം, ലോവറിങ് ഉണ്ടാവാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെ ഒരു വേറെ ഫോമിൽ ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് റോഡ് പേയ്മെൻറ്റ് ഇൻ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ? ലോഞ്ചിറ്റ്യൂണൽ ലെങ്ത് വൈസ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡിനുണ്ടാകുന്ന സ്ലോപ്പ് എന്താണ്? എന്തായിരിക്കും? ഗ്രേഡിയൻറ്റ് നമ്മൾ നേരത്തെ കണ്ടേ ഉള്ളൂ, ഗ്രേഡിയൻറ്റ്. സോ ഗ്രേഡിയൻ്റ് ആണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഗ്രേഡിനെ നമുക്ക് പറയാം അപ്പ് ഗ്രേഡിയൻറ്റ്, ഇത് ഡൗൺ ഗ്രേഡിയൻ്റ് ആണ്. എപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇത് അപ്ഗ്രേഡിയൻ്റ് ആവും. നമ്മൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, സോ ഇത് അപ്ഗ്രേഡിയൻ്റ് ആവും. നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത് ഡൗൺ ഗ്രേഡിയൻ്റ് ആവും. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ആ സ്ലോപ്പ് അപ്പ് ആണോ ഡൗൺ ആണോ എന്നുള്ളത് മാറി മാറി വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരുന്നു? ഗ്രേഡിയൻ്റ് ആണ്. ഇത് വേറൊരു രീതിയിലും കൂടെ ചോദിക്കാം. Rate of rise or fall of road. Rate of rise or fall of road along the length എന്ന് ചോദിക്കാം. ലെങ്ത് ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷനിൽ റൈസ് അല്ലെങ്കിൽ ഫോൾ നടക്കുന്നത് ഏത് റേറ്റിലാണ്? ഏത് റേറ്റിലാന്ന് വെച്ചാൽ അത് സ്ലോപ്പ് അല്ലേ ഉദ്ദേശിക്കുന്നത്. സോ ലോഞ്ചിറ്റ്യൂണൽ സ്ലോപ്പ് തന്നെയാണ് അതിൻ്റെ ആൻസർ വരിക. ദാറ്റ് ഈസ് ഗ്രേഡിയൻറ്റ്. ഒരു തവണ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഗ്രേഡിയൻ്റ് എങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? എങ്ങനെയാണ് ഗ്രേഡിയൻ്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ക്യാമ്പറും സൂപ്പർ എലിവേഷനും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് കണ്ടു. എങ്ങനെയാണ്? പെർസെൻറ്റേജ് ആയിട്ടും 1/n ആയിട്ടും ഒക്കെ എക്സ്പ്രസ് ചെയ്യാം. ശരിയല്ലേ? അവരൊക്കെ എന്തായിരുന്നു? സ്ലോപ്പായിരുന്നു. ക്യാമ്പർ സ്ലോപ്പാണ്, സൂപ്പർ എലിവേഷൻ സ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ ഗ്രേഡിയൻറ്റും എങ്ങനെ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? പെർസെൻറ്റേജിലും 1/n. സോ ബേസിക്കലി റോഡിന് 3 സ്ലോപ്പുകളാണ്: ക്യാമ്പർ, സൂപ്പർ എലിവേഷൻ, ഗ്രേഡിയൻറ്റ്. ഇവർ 3 പേരും സ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ പെർസെൻറ്റേജിലും 1/n ഇവർ 3 പേരെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. വിഡ്ത്ത് വൈസ് ക്യാമ്പറും സൂപ്പർ എലിവേഷനും വരാം, പക്ഷെ സൂപ്പർ എലിവേഷൻ കർവിൽ മാത്രമേ കൊടുക്കുള്ളൂ. ലെങ്ത് വൈസ് ഒരൊറ്റ സ്ലോപ്പേ ഉള്ളൂ, ദാറ്റ് ഈസ് ഗ്രേഡിയൻറ്റ്. ഇനി അടുത്തത്, ഗ്രേഡ് കോമ്പൻസേഷൻ ഓൺ എ ഹൊറിസോണ്ടൽ കർവ് ഓൺ ഹൈവേ ഈസ് നോട്ട് നെസസറി വെൻ. ഗ്രേഡ് കോമ്പൻസേഷൻ, പുതിയൊരു ടേമും കൂടെ വന്നു, ഗ്രേഡ് കോമ്പൻസേഷൻ. ഹൊറിസോണ്ടൽ കർവിൽ ഗ്രേഡ് കോമ്പൻസേഷൻ ആവശ്യമില്ലാത്തത് ഈസ് നോട്ട് നെസസറി വെൻ. അപ്പോൾ എന്താണ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് അറിയണം. ഇതൊക്കെ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്, ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒഴിവാക്കരുത്, പ്രോബ്ലംസ് ഒക്കെ ചോദിക്കും. ഇത് നമ്മൾ പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റൻ ആണ്. ഇതിൽ എടുത്തിരിക്കുന്ന എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ചിലത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും അഡ്വാൻസ് എന്നല്ല, അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ലെവൽ ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കി പോവുക. ഇത് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചതാണ്, 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് ഗ്രേഡ് കോമ്പൻസേഷൻ? നമുക്കതാണ് അടുത്ത് നോക്കേണ്ടത്. ഗ്രേഡ് കോമ്പൻസേഷൻ നമുക്ക് GC എന്ന് ഡിനോട്ട് ചെയ്യാം. ഗ്രേഡ് കോമ്പൻസേഷൻ. അപ്പോൾ പേര് പോലെ തന്നെ ഗ്രേഡിയൻറ്റിനെ നമ്മളൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാണ്, കുറയ്ക്കുകയാണ്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് ഗ്രേഡിയൻറ്റിനെ കുറച്ചത്? അവിടെ ഓൾറെഡി ഉള്ള ഗ്രേഡിയൻറ്റ് കൊടുത്താൽ പോരെ. എന്തുകൊണ്ട് അതിനെ കുറച്ചു? അതിൻ്റെ കാരണം അവിടെ ഒരു ഹൊറിസോണ്ടൽ കർവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ഹൊറിസോണ്ടൽ കർവ് ഒരു
ഗ്രേഡിയൻറ്റുമായി ഒരുമിച്ച് വരുന്ന സമയത്താണ് ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യുക. അതായത് നമ്മൾ ഹില്ലി ഏരിയയിലൊക്കെ ഇപ്പോൾ ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ചുരം കയറുന്ന സമയത്ത് ഒരു കയറ്റമാണത് അല്ലേ, ആ കയറ്റത്തിൻ്റെ കൂടെ തന്നെ ഒരു വളവുണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ കർവ്. അങ്ങനത്തെയൊക്കെ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യുക. അതായത് ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു കർവും ഉണ്ട്, രണ്ടും കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഗ്രേഡ് കോമ്പൻസേഷൻ ചെയ്യേണ്ടത്. അതായത് എന്താണ് ഗ്രേഡ് കോമ്പൻസേഷൻ? നമുക്ക് അവിടെ ഓൾറെഡി ഉള്ള സ്ലോപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചു കൊടുക്കണം. രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ, ഒരു കയറ്റവും ഒരു കർവും ഒരുമിച്ച് വരുന്നതുകൊണ്ട് തന്നെ ഈ സ്ലോപ്പ് അത്രയും കൂടുതൽ കൊടുക്കാൻ പാടില്ല, കുറച്ച് ചെറുതാക്കി വേണം കൊടുക്കാൻ. ഓൾറെഡി ഇപ്പോൾ അവിടെ ഒരു 6% ഉണ്ടെങ്കിൽ 6 കൊടുക്കണ്ട, അതിൽ നിന്നൊന്ന് കുറയ്ക്കണം. എത്ര കുറയ്ക്കണം? അതാണ് ഗ്രേഡ് കോമ്പൻസേഷൻ. എത്രയാണോ കുറയ്ക്കേണ്ടത് അതിനെയാണ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. സോ അതിന് ഇക്വേഷൻ ഉണ്ട്. ഗ്രേഡ് കോമ്പൻസേഷൻ ഇസ് ഈക്വൽ ടു 30 + r/r. അവിടെ ആ കർവിൻ്റെ റേഡിയസ് എന്താണോ അതാണ് r ആയിട്ട് എടുക്കേണ്ടത്. സോ 30 + r/r ആണ് ഗ്രേഡ് കോമ്പൻസേഷൻ. എന്ന് വെച്ചാൽ കിട്ടി അത്രയൊന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിലൊരു മാക്സിമം ഉണ്ട്, ഗ്രേഡ് കോമ്പൻസേഷൻ ഒരു മാക്സിമം ഉണ്ട്, ദാറ്റ് ഈസ് 75/r. ഈ രണ്ട് വാല്യൂസ് ആണുള്ളത്. സോ ബേസിക്കലി ചെയ്യേണ്ട കാര്യം ഇത് രണ്ടും കണ്ടുപിടിക്കുക. ഇതിലെ ചെറിയ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഏറ്റവും ചെറുത് ഏതാണോ ആ വാല്യൂ ചൂസ് ചെയ്ത് തന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടും ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുമെങ്കിൽ അവിടെ അങ്ങനെ നോക്കുക. ഇതിലേതാണോ ചെറുത് അതാണ് നമുക്ക് ആവശ്യം. പക്ഷേ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയിരിക്കണം. 30 + r/r ഗ്രേഡ് കോമ്പൻസേഷൻ ആണ്, 75/r ആണ് ഇതിൻ്റെ മാക്സിമം വാല്യൂ. സോ ലീസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പോൾ ഇതിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്, ഓൾറെഡി അവിടെ ഉള്ളത് ജി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെങ്കിൽ, ഓൾറെഡി അവിടെ ഉള്ളത് ജി എന്ന് പറയുന്ന ഒരു വാല്യൂ ആണെങ്കിൽ ഇനി അവിടെ എത്ര കൊടുക്കാൻ പാടുള്ളൂ, മൈനസ് ഗ്രേഡ് കോമ്പൻസേഷനും കൂടെ ചെയ്തിട്ടുള്ള വാല്യൂ മാത്രമേ കൊടുക്കാവുള്ളൂ. ഇനി ജി കൊടുക്കരുത്, ജി മൈനസ് ജി സി മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. സോ ജി മൈനസ് ജി സിനെ നമ്മളൊരു പേര് പറയും, കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് അതായത് ഇനി അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പാടുന്ന എത്രയേ ഉള്ളൂ, കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റേ കൊടുക്കാൻ പാടുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിച്ചു? ഓൾറെഡി ഉള്ള വാല്യൂ നിന്ന് ഗ്രേഡ് കോമ്പൻസേഷൻ മൈനസ് ചെയ്തു. അതിന് രണ്ട് ഇക്വേഷൻസ് ആണുള്ളത്, ഇതിലെ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പം എന്താണ്, ഗ്രേഡ് കോമ്പൻസേഷൻ ഓൺ എ ഹൊറിസോണ്ടൽ കർവ് ഓൺ ഹൈവേ ഈസ് നോട്ട് നെസസറി വെൻ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു കർവ് ഉണ്ട്, ഗ്രേഡിയൻ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ഗ്രേഡ് കോമ്പൻസേഷൻ വേണ്ട. അതെപ്പോഴാണ്? ഇവിടെ ഓൾറെഡി ഉള്ള ഈ ഗ്രേഡിയൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം ഇല്ല. സോ ബേസിക്കലി പറഞ്ഞ എപ്പോഴാണ് ആവശ്യം? ഗ്രേഡിയൻറ്റ് ഗ്രേറ്റർ ദാൻ 4 ആണെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. സോ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ത് വരും? Grade compensation on a horizontal curve on highway is not necessary when gradient is flatter than 4%. Gradient 4-നേക്കാൾ കുറവാണ്, ഫ്ലാറ്റർ ആണ് എങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബേസിക്കലി 4 ആണെങ്കിലും ആവശ്യമില്ല, 4-ൽ കൂടുതലാണെങ്കിൽ മാത്രം മതി. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ വന്നിരിക്കുന്നത് എന്താണ്? ഗ്രേഡിയൻറ്റ് ഫ്ലാറ്റർ ദാൻ 4 ആണെങ്കിൽ ഗ്രേഡ് കോമ്പൻസേഷൻ വേണ്ട. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി അതുമായി റിലേറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. If the ruling gradient is 1 in 20, what is the compensated gradient for a radius of 120 meters? The same question paper ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. If the ruling gradient is 1 in 20, ആണ്. What is the compensated gradient for a radius of 120 meters? ഈ രണ്ട് ഡേറ്റയുടെ ആവശ്യമുള്ളൂ നമുക്കിത് ചെയ്യാൻ. കാരണം 30 + r/r, ആറിൻ്റെ ആവശ്യമില്ലേ ഉള്ളൂ. പിന്നെ ഗ്രേഡിയൻ്റ് എത്രയാണ്? ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഈസ് 1 in 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്? റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡ് ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഗ്രേഡിയൻറ്റിനെയാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുക. നോർമലി ഒരു ഡിസൈനർ റോഡ് ഡിസൈൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ഗ്രേഡിയൻ്റ് ആണ് ഏത്? റൂളിംഗ് ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ഗ്രേഡിയൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്ത വാല്യൂയിലേക്ക് എന്തെങ്കിലും ചിന്തിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിലേക്ക് പോവുകയുള്ളൂ. റൂളിംഗ് ഗ്രേഡിയൻറ്റ് പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റ്. അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന നെക്സ്റ്റ് വാല്യൂ ആണ് എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന വാല്യൂ എത്രയാണ്? 1 in 20. 1 in 20 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? 1 in 20
എത്ര പെർസെൻറ്റേജ് ആണ്? 5% ആണ് അല്ലേ? 1 in 20 എന്ന് വെച്ചാൽ 5% ആണ്. അപ്പോൾ 5% നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 4%. സോ ഇവിടെ കോമ്പൻസേഷൻ വേണ്ടേ? വേണം. 4 എബോവ് ആണെങ്കിൽ ഗ്രേറ്റ് കോമ്പൻസേഷൻ ചെയ്യണം. സോ ഇവിടെ 5 ആണ് വാല്യൂ, ചെയ്യണം. വാട്ട് ഈസ് ദ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് ഫോർ എ റേഡിയസ് ഓഫ് 120 meters? അപ്പോൾ ഇത് നമുക്ക് ജി ആണെന്ന് തന്നിട്ടുണ്ട്, ഇതാണ് R. ജിയുടെ വാല്യൂ 5% ആണ്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നിങ്ങൾ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് നോക്കണം. ആൻസർ കിട്ടി എന്ന് വിചാരിക്കണം. ആൻസർ 4.375 ആണ്. സോ എങ്ങനെ ചെയ്തു നോക്കാം. ഗ്രേറ്റ് കോമ്പൻസേഷൻ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഗ്രേറ്റ് കോമ്പൻസേഷൻ ഈസ് 30 + R/R. 30 + R/R. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. പക്ഷെ നമ്മൾ അതിന് പറഞ്ഞു ഒരു മാക്സിമം വാല്യൂ ഉണ്ട്. ഗ്രേറ്റ് കോമ്പൻസേഷൻ്റെ മാക്സിമം വാല്യൂ ഈസ് 75/R. 75/R. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ 120 meter ആണ് റേഡിയസ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിലെ ലീസ്റ്റ് വാല്യൂ അത് മാത്രമാണല്ലോ വേണ്ടത്. സോ ലീസ്റ്റ് വാല്യൂ വിൽ ബി 75/R. അതുകൊണ്ട് തന്നെ മറ്റേത് ചെയ്യാൻ നിൽക്കണ്ട, ഇത് മാത്രം മതി. 75/R 120. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.625 meters. 0.625 meters എന്ന് നമുക്ക് കിട്ടും. സോ വാട്ട് ഈസ് കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്? അതാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് ദാറ്റ് ഈസ് G മൈനസ് ഗ്രേറ്റ് കോമ്പൻസേഷൻ. G മൈനസ് ഗ്രേറ്റ് കോമ്പൻസേഷൻ. ഓൾറെഡി അവിടെ എത്രയാണ് ഉള്ളത്? 1 in 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5% അല്ലേ? 1 in 20 എന്ന് വെച്ചാൽ 5% ആണ്. മൈനസ് ഗ്രേറ്റ് കോമ്പൻസേഷൻ 0.625. അപ്പോൾ എത്ര വരും? 4.375 meters അല്ല, ഞാൻ അറിയാതെ എഴുതിയതാണ്. പെർസെൻറ്റേജ് ആണ് കേട്ടോ. ഇവിടെ പെർസെൻറ്റേജ് ആണ് വരിക. ദാറ്റ് ഈസ് പെർസെൻറ്റേജ്. 4.375% ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടെ പറയാം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചു, ആൻസർ എത്ര കിട്ടി? 4.375 കിട്ടി. ഇനി അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ ഒരിക്കലും 4ന് താഴെ പോകാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4. മിനിമം വാല്യൂ എത്രയാണ്? 4 എങ്കിലും കിട്ടണം. അതായത് മൈനസ് ചെയ്ത് 4നെക്കാളും താഴെ പോകരുത്. 4.375 ഒന്നും കുഴപ്പമില്ല, പക്ഷേ 4ന് ബിലോ ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയാണെന്ന് ഞാൻ ഫൈനലി ഒന്നുകൂടെ പറയാം. ഗ്രേറ്റ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്? ഒരു കർവും ഒരു ഗ്രേഡിയൻറ്റും ഒരുമിച്ച് വരുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം. അതിൽ തന്നെ എപ്പോഴാണ്? ഗ്രേഡിയൻറ്റ് ഗ്രേറ്റർ ദാൻ 4% ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഗ്രേറ്റ് കോമ്പൻസേഷൻ്റെ വാല്യൂ എത്രയാണ്? 30 + R/R. അതിൻ്റെ മാക്സിമം എത്രയാണ്? 75/R. ഇതിലെ ലീസ്റ്റ് വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇതിൽ ലീസ്റ്റ് വാല്യൂ ഏതാണോ അത് മാത്രം എടുത്തിരുന്നാൽ മതി. കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഗ്രേഡിയൻറ്റിൽ നിന്ന് ഈ പറയുന്ന ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഗ്രേറ്റ് കോമ്പൻസേഷൻ മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് ഏത്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4%. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4%. മിനിമം 4% എങ്കിലും വേണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് നോക്കി വയ്ക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് വാസ് സെറ്റപ്പ് ഇൻ. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്താണ്? ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ഏതാണ്? IRC. IRC ഹൈവേയുടെ ബേസിസിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ IRC. കാരണം എന്താണ്? റോഡ് കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും നമുക്ക് പബ്ലിഷ് ചെയ്യുന്നത് IRC ആണ്. നമ്മൾ പല പല IS കോഡുകൾ പോലെ IRCയുടെ ഡിഫറെൻറ്റ് കോഡുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എങ്ങനെ ഏത് ക്വാളിറ്റിയിൽ ഏത് സ്റ്റാൻഡേർഡിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നത് അല്ലേ. അപ്പോൾ IRC സെറ്റപ്പ് ചെയ്ത ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഏതാ? 1934. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു ഇയർ പഠിക്കുമ്പോൾ ഇയർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ജെയുടെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഇയറും കൂടെ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഇയേഴ്സ് നമുക്ക് പറയാൻ പറ്റും, എന്നാലും റോഡ് ഡെവലപ്മെൻറ്റുമായി റിലേറ്റ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഇയർ ആണ് ജയകർ കമ്മിറ്റി ഫോം ചെയ്ത ഇയർ. ജയകർ കമ്മിറ്റി ഫോം ചെയ്ത ഇയർ ദാറ്റ് ഈസ് 1927.
ജയഗർ കമ്മിറ്റി. റോഡിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഫോം ചെയ്ത കമ്മിറ്റിയാണ് ജയഗർ കമ്മിറ്റി. അത് 1927 വന്നത്. അവരുടെ സജഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, IRC ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ 2 ഇയേഴ്സ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഇയേഴ്സ് തന്നെയായിരിക്കും, എന്നാലും ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. 1927 ജയഗർ കമ്മിറ്റി ഫോം ചെയ്തത്. 34 IRC ഫോം ചെയ്തത്. വേറെ ഇയേഴ്സ് പഠിക്കണമെന്ന് നിർബന്ധമില്ല, കാരണം ഇയറൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഇപ്പോൾ ഭയങ്കര കുറവാണ് GK ഇല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ 2 ഇയേഴ്സ് എങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്തത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ്. ഇപ്പം നമ്മൾ കണ്ട IRCയുടെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും, ഇറ്റ് ഈസ് അറ്റ് ന്യൂഡൽഹി. ബൈൻഡിങ് മെറ്റീരിയൽ ഫോർ വാട്ടർ ബൗൺ മെക്കാഡം റോഡ്. നമ്മൾ നേരത്തെ കണ്ടേ ഉള്ളൂ, വാട്ടർ ബൗൺ മെക്കാഡം WBM റോഡുകളെ പറ്റി നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്തായിരുന്നു? ക്യാമ്പർ അല്ലെ, ക്യാമ്പർ എത്ര വേണം എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് WBM റോഡുകളുടെ ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ് എന്നാണ്. ബൈൻഡിങ് മെറ്റീരിയൽ എന്താണ് കൊടുക്കേണ്ടത്? സാൻഡ്, സ്റ്റോൺ ഡസ്റ്റ്, സിമെന്റ്, ലൈം എന്നൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്. ആൻസർ ഈസ് സ്റ്റോൺ ഡസ്റ്റ്. അപ്പോൾ WBM റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ കോസ്റ്റ് റോഡാണ്, ലോ ക്വാളിറ്റി റോഡാണ്. നമ്മുടെ സാധാരണ കോൺക്രീറ്റ് റോഡോ ബിറ്റുമിനസ് റോഡോ പോലുള്ള സ്ട്രെങ്ത് ഒന്നുമില്ല, സ്ട്രെങ്ത് കുറവാണ് അല്ലേ. അപ്പോൾ ഇവിടെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. വാട്ടർ ബൗൺ മെക്കാഡം. അപ്പോൾ ബിറ്റുമിനോ കോൺക്രീറ്റോ ഒന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. വാട്ടർ ബൗൺ മെക്കാഡാണ്, ക്വാളിറ്റി കുറവാണ്, കോസ്റ്റ് കുറവാണ്. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന എന്തായാലും കോസ് അഗ്രിഗേറ്റ് ഉണ്ട്. പിന്നെ കോസ് അഗ്രിഗേറ്റ് മാത്രം അടുക്കി വെച്ചാൽ പോരാ. കോസ് അഗ്രിഗേറ്റിൻ്റെ വോയിഡ്സ് ഫില്ല് ചെയ്യാനായിട്ട് എന്ത് വേണം? ഫില്ലർ മെറ്റീരിയൽസ് വേണം. ഫില്ലർ മെറ്റീരിയൽസ് ഇവരെല്ലാവരെയും കൂടെ ഒന്നിച്ച് നിർത്താനായിട്ട് ബൈൻഡർ. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. കോസ് അഗ്രിഗേറ്റ്, അവരുടെ വോയിഡ് ഫില്ല് ചെയ്യാൻ ഫില്ലർ മെറ്റീരിയൽ, ഇനി അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ബൈൻഡർ വേണം. ഇവിടെ ആ ബൈൻഡറിനാണ് ഇമ്പോർട്ടൻസ്, കാരണം ബൈൻഡർ മാറുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ ബൈൻഡറായിട്ട് ഇവിടെ ബിറ്റുമിനോ സിമെൻറ്റോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അവരൊക്കെ ബൈൻഡേഴ്സ് ആണ്. പക്ഷേ ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? സ്റ്റോൺ ഡസ്റ്റ്, അതേപോലെ റെഡ് എർത്ത് ഒക്കെയാണ് ബൈൻഡറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് വാട്ടർ ബോൺ മെക്കാഡത്തിൽ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു ലോ കോസ്റ്റ് റോഡാണ്. അറ്റ്ലീസ്റ്റ് ഒരു WBM എങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റോഡിന് നമ്മൾ എന്ത് പറയും? റോഡിന് പറയുന്ന പേരാണ് പേവ്ഡ് റോഡ് എന്ന് പറയുന്നത്. ആക്ച്വലി പറഞ്ഞാൽ നമ്മളൊരു സർഫസ് കൊടുത്തു എന്നുള്ള മീനിങ്ങിലൊക്കെ പേവ്ഡ് റോഡ് എന്ന് പറയാറുണ്ട്. പക്ഷെ അല്ലാതെ പേവ്ഡ് റോഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് കുറച്ചെങ്കിലും ക്വാളിറ്റി ഉള്ള റോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പേവ്ഡ് റോഡ്, ആ പേവ്ഡ് റോഡ് ആവണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഇതാണ്, അതിൽ ഏതെങ്കിലും ഒരു ലെയറിലെങ്കിലും WBM ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ടണൽ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റൻ ആണ്. എ ടണൽ ഈസ് ഫൗണ്ട് മോർ അഡ്വാൻറ്റേജസ് as compared to the alternate routes because it remains free from snow, reduces the cost by reducing the route distance, reduces the maintenance cost, all the above. ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ all the above ആണ് ആൻസർ വരിക. അപ്പം ടണൽ മറ്റ് ഓൾട്ടർനേറ്റ് ഓപ്ഷനേക്കാളും ടണൽ അഡ്വാൻറ്റേജസ് ആവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ടണൽ? ആക്ച്വലി എന്താ ടണൽ കൊണ്ട് ഉദ്ദേശിക്കുക? അപ്പോൾ ടണൽ അല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടോ അല്ലേ? അപ്പോൾ ടണൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ എന്തും ആവാം, അതൊരു ഹില്ലാവണം എന്നൊരു നിർബന്ധമല്ല. ഇപ്പോൾ ഒരു റിവർ ആകാം. റിവർ ആകുമ്പോൾ നമ്മൾ സാധാരണ ആലോചിക്കുക എന്താണ്? ബ്രിഡ്ജ് കൊടുക്കാം അല്ലേ? ബ്രിഡ്ജ് കൊടുക്കാൻ ഒരു ഓപ്ഷനാണ്. നമുക്കിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് ട്രാവൽ ചെയ്യണം, മുന്നിലൊരു റിവറാണ്, റിവർ പാസ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷൻ എന്താണ്? ബ്രിഡ്ജ് കൊടുക്കാം. ഇപ്പോൾ ബ്രിഡ്ജ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിവർ ബെഡിന് താഴെ കൂടെ ടണൽ കൊടുക്കാൻ പറ്റും. സോ ബ്രിഡ്ജും എന്താണ്? ടണലിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷനാണ്. ഒരു അതല്ലാതെ ഇപ്പം റിവർ അല്ലാതെ ഒരു ഹില്ലി ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ ടണൽ കൊടുക്കുന്നത് ഇതേ പറഞ്ഞ പോലെ റൂട്ട് കുറയ്ക്കാനായിട്ട്, കുറഞ്ഞ ഡിസ്റ്റൻസിൽ പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് എത്താനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറങ്ങി പോകണം അല്ലേ? അങ്ങനെ കറങ്ങി പോകുന്നത് എപ്പോഴൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ അത് മാത്രമല്ല ലെങ്ത് കൂടും, റോഡിൻ്റെ ലെങ്ത് കൂടും ആണല്ലോ. അപ്പോൾ ഈ കേസിൽ ടണൽ മാത്രമല്ല ആക്ച്വലി ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു വിഡ്ത്ത് ഉണ്ട് എങ്കിൽ, അത്യാവശ്യം പരന്നാണ് കിടക്കുന്നത്, ഒരു സ്ട്രെയിറ്റ് വെർട്ടിക്കൽ ഹില്ലല്ല, ഇതുപോലെയല്ല, കുറച്ചൊരു പരന്നാണ് കിടക്കുന്നതെങ്കിൽ, ഇതുപോലെയൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ടണൽ അല്ലാതെ നമുക്ക് കൊടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഒരു കട്ട് കൊടുക്കുക. നമ്മളതിനെ പറയും ഓപ്പൺ കട്ട്.
അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലെ ആ ഹില്ലി പോർഷനിൽ നമ്മുടെ അതുവരെ വന്ന റോഡിന്റെ അലൈൻമെന്റ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അത്രയും ഡെപ്തിൽ നമ്മളൊരു ചെറിയൊരു കട്ട് ഉണ്ടാക്കുകയാണ്. അതിന് ഓപ്പൺ കട്ട് എന്ന് പറയും. അതായത് ഓപ്പൺ ടു സ്കൈ ആണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമുക്ക് പോസിബിൾ ആവുന്നത് എപ്പോഴാണ്? ഇതിന്റെ ഈ സെൻട്രലിലൂടെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഓപ്പൺ ടു സ്കൈ ആയിട്ട് ഒരു കട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡെപ്ത് നമ്മൾ കുഴിക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അധികം ഡെപ്ത് ഒന്നും വേണ്ട, ചെറിയ ഡെപ്ത് മതി. നമ്മൾ വന്ന അതേ ലെവലിൽ നമുക്ക് ഹില്ല് ക്രോസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അതിനെയാണ് ഓപ്പൺ കട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡെപ്ത് കൂടുതലാണ് എങ്കിൽ അതിലും നല്ല എന്താണ്, അതിനകത്തൂടെ ഒരു ടണൽ കൊടുക്കുന്നതാണ്. അല്ലാതെ സർഫസ് വരെ അത് ഓപ്പൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ടണലായിട്ട് പാസ് ചെയ്യുന്നതായിരിക്കും അതിലും സേഫ് ആയിട്ടുള്ളതും എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു മുകളിലൊരു സർഫസ് പോലെ ഇങ്ങനെ കവർ ചെയ്ത് ഈ ഹില്ലി ഏരിയ ഒക്കെ കിടക്കുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ റിവർ ബെഡോ എന്തോ ആയിക്കോട്ടെ, മുകളിലൊരു കവറിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്നോഫോളിൽ നിന്നൊക്കെ ഇതെന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. കോസ്റ്റ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. പെട്ടെന്ന് അപ്പുറത്തെ സൈഡ് എത്താം. അതുകൊണ്ട് തന്നെ കോസ്റ്റും കുറവായിരിക്കും, എക്കണോമിക്കലാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ടണലിംഗ് ഇൻ സോഫ്റ്റ് ഗ്രൗണ്ട് ഹാവിംഗ് വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റ. അപ്പോൾ ടണല് പല ഏരിയയിലൂടെ ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ഹില്ലിലൂടെ മാത്രമല്ല ടണൽ കൊടുക്കാവുന്നത്. നമ്മളിപ്പോൾ കണ്ടൊരു എക്സാമ്പിൾ, റിവർ ബെഡിന് താഴെ കൂടെ എന്ത് ചെയ്യാം, ടണൽ കൊടുക്കാം. അപ്പോൾ ടണൽ കൊടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, ടണൽ എപ്പോഴും കൊടുക്കുന്നത് നമുക്ക് മൂവ് ചെയ്യാനല്ല, അല്ലാതെ റോഡ് കൊടുക്കാനോ റെയിൽ കൊടുക്കാനോ മാത്രമല്ല. എന്തിനു കൂടെ ടണൽ കൊടുക്കാം? വെള്ളം കടത്തിവിടാൻ, അല്ലെങ്കിൽ സീവേജ് പാസ് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് പാസ് ചെയ്യാനൊക്കെ കൊടുക്കുന്നതും ടണൽ തന്നെയാണ്. കാരണം എന്താ, അതൊരു പാസേജ് ആണ് ബിനീത് ദ സർഫസ് അല്ലേ? അപ്പം അതൊക്കെ ടണലിന്റെ കാറ്റഗറി തന്നെയാണ് വരുന്നത്, അല്ലാതെ നമ്മൾ മൂവ് ചെയ്യുന്നത് മാത്രമല്ല ടണൽ. അപ്പം അങ്ങനെ ഒരു ടണൽ കൊടുക്കുമ്പോൾ നമ്മൾ കണ്ട പോലെ ഹില്ലി ഏരിയയിലൂടെ മാത്രമല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടിലൂടെയും എന്ത് ചെയ്യാം, വാട്ടർ ബെയറിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടിലൂടെയും എന്ത് ചെയ്യാം, ടണൽ കൊടുക്കാം. അപ്പോൾ പല പല മെത്തേഡുകളാണ് ടണലിങ്ങിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ പറ്റില്ല. സൂട്ടബിൾ ആവുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റോക്കിലൂടെയാണ് നമ്മുടെ ടണൽ പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ പല പല മെത്തേഡുകൾ പറയാറുണ്ട്. ഡ്രിഫ്റ്റ് മെത്തേഡ്, ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഡ്രിഫ്റ്റ് മെത്തേഡ്, ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് ഒക്കെ എന്താണ്, റോക്കിലൂടെയുള്ള ടണലിംഗ് മെത്തേഡുകളാണ്. ഈ കാണുന്നതെല്ലാം ഡ്രിഫ്റ്റ് മെത്തേഡ്, ഫുൾ ഫേസ് മെത്തേഡ്, ഹെഡിങ് ആൻഡ് ബെഞ്ചിങ് മെത്തേഡ് ഒക്കെ എന്താണ്, റോക്കിലൂടെയുള്ള ടണലിങ്ങിന്റെ മെത്തേഡാണ്. സോഫ്റ്റ് ഗ്രൗണ്ടിലാണ് പോകുന്നതെങ്കിൽ, സോഫ്റ്റ് ഗ്രൗണ്ടിലൂടെയാണ് ടണൽ കൊടുക്കേണ്ടതെങ്കിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചില ഇമ്പോർട്ടൻറ്റ് മെത്തേഡുകളൊന്നും അറിഞ്ഞിരിക്കുക. ദാറ്റ് ഈസ് കംപ്രസ്ഡ് എയർ മെത്തേഡ്. കംപ്രസ്ഡ് എയർ മെത്തേഡ്, അതായത് ഇപ്പോൾ സോഫ്റ്റ് ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇതുപോലെ വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റയൊക്കെ ആണ് എങ്കിൽ നമ്മളുടെ ഒരു മെയിൻ പ്രശ്നം എന്താണ്, ടണലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഊർന്നിറങ്ങും, ശരിയല്ലേ? അപ്പോൾ ആ വാട്ടർ ചെളി രൂപത്തിൽ ഈ മണ്ണും കൂടെ ചേർന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് തിരിച്ച് കംപ്രസ്ഡ് എയർ അപ്ലൈ ചെയ്യുക. സോ ഈ വെള്ളം മൂവ്സ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡിനെയാണ് കംപ്രസ്ഡ് എയർ മെത്തേഡ് എന്ന് പറയാം. സോ അത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, വാട്ടർ ബെയറിംഗ് സ്ട്രാറ്റയിലാണ് ഉപയോഗിക്കുന്നത്, കംപ്രസ്ഡ് എയർ മെത്തേഡ്. ഇതിനെ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലീനം മെത്തേഡ്. പ്ലീനം മെത്തേഡ്. ഓക്കെ, അപ്പോൾ കംപ്രസ്ഡ് എയർ മെത്തേഡ് അല്ലെങ്കിൽ പ്ലീനം മെത്തേഡ്. സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് എന്ത് വരും, കംപ്രസ്ഡ് എയർ മെത്തേഡ് തന്നെ വരും. ബാക്കിയെല്ലാം റോക്കിലൂടെയുള്ള മെത്തേഡുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. The solution of bitumen, asphalt or coal tar in solvents is. ബിറ്റുമിനും ഓസ്ഫോൾട്ട്, ബിറ്റുമിൻ ഓസ്ഫോൾട്ട് അല്ലെങ്കിൽ കോൾ ടാർ ഇൻ സോൾവെൻറ്റ്. സോൾവെൻറ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ മിക്സിന് എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ വരുന്നത്, ഇതിൽ തന്നിരിക്കുന്നതിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് കട്ട് ബാക്ക് ആണ്. അപ്പോൾ സോൾവെൻ്റ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി പറയേണ്ടത് വോളറ്റൈൽ സോൾവെൻ്റ് എന്നാണ്. ഇത് വോളറ്റൈൽ എന്ന് പറയുമ്പോൾ എന്താണ്, തുറന്നു വെച്ചാൽ ആവിയായി പോകുന്ന സോൾവെൻറ്റ്, വോളറ്റൈൽ സോൾവെൻറ്റ്, നമ്മുടെ കെറോസിനൊക്കെ പോലെ, പെട്രോൾ, ഡീസലൊക്കെ പോലെ. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ പറയുന്ന കാറ്റഗറിക്ക് അറിയാം, ബിറ്റുമിൻ, ഓസ്ഫോൾട്ട് അല്ലെങ്കിൽ കോൾ ടാർ. ഇപ്പോൾ ഓസ്ഫോൾട്ട് എന്താണ്, ബിറ്റുമിനും ടാറും ഒക്കെ നമുക്കറിയാം. എന്താണ് ഓസ്ഫോൾട്ട്? ബിറ്റുമിൻ്റെയും ഇപ്പോൾ അഗ്രിഗേറ്റോ അല്ലെങ്കിൽ മണലോ ഒക്കെ പോലുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് ഇനേർട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ, റിയാക്ട് ചെയ്യാത്ത മെറ്റീരിയൽ, അവരുടെ മിക്സിനെയാണ് എന്താ പറയുക, ഓസ്ഫോൾട്ട് എന്ന് പറയാം. അതായത് ബിറ്റുമിൻ,
പ്ലസ് അഗ്രിഗേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് പോലെ ഇന്നേർട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ആ മിക്സിനെയാണ് ഓസ്ഫോൾട്ട് എന്ന് പറയാം. സോ ബിറ്റുമിനും ഓസ്ഫോൾട്ടും കോൾട്ടാറും ഏതോ ആയിക്കോട്ടെ, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. പക്ഷേ ഈ സോൾവെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, വോളറ്റൈലാണ്. ഓക്കെ, വോളറ്റൈലാണ്, അതായത് തുറന്നു വെച്ചാൽ ആവിയായി പോകും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് കെറോസിൻ, അതേപോലെ പെട്രോൾ, നാഫ്ത, ഡീസൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ ഗ്യാസ് ഓയിൽ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നുമായിട്ട് ബിറ്റുമിനെയോ ഓസ്ഫോൾട്ടിനെയോ കോൾട്ടാറിനെയോ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, കട്ട് ബാക്ക് ബിറ്റുമിൻ എന്ന് പറയാം. കട്ട് ബാക്ക് ബിറ്റുമിൻ. എന്തിനാണ് ആ മിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിറ്റുമിൻ നമുക്കറിയാലോ കുറച്ച് കട്ടയായിട്ടിരിക്കുന്ന ഒരു സംഭവമല്ലേ, അല്ലെ, വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, ചൂടാക്കണം. ചൂടാക്കി അതിനൊന്ന് ഉരുക്കിയെടുക്കണം, അല്ലേ, സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ചൂടാക്കാതെ തന്നെ ഇതിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക്, ലൂസൺ ചെയ്യുന്ന ഫോമിലേക്ക് കിട്ടാനാണ് എന്ത്, കട്ട് ബാക്കുകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പെയിൻ്റ് ഒക്കെ മിക്സ് ചെയ്യുന്ന പോലെ കുറച്ച് ബിറ്റുമിൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ വോളറ്റൈൽ സോൾവെൻറ്റുമായിട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ വിസ്കോസിറ്റി കുറഞ്ഞ് കിട്ടും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് കിട്ടും. സോ മിക്സ് ഓഫ് ബിറ്റുമിൻ ആൻഡ് വോളറ്റൈൽ സോൾവെൻറ്റിനെയാണ് എന്ത് പറയുക, കട്ട് ബാക്ക് ബിറ്റുമിൻ എന്ന് പറയുക. നേരെ തിരിച്ച് വോളറ്റൈൽ സോൾവെൻറ്റിന് പകരം ബിറ്റുമിനും വാട്ടറുമാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ, ബിറ്റുമിനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ, ഇതേ കാര്യത്തിന് എന്തിനാ, ഇതിനൊന്ന് ലൂസൺ ചെയ്തെടുക്കാൻ, അങ്ങനെ കിട്ടുന്ന മിക്സിനെയാണ് എമൽഷൻ എന്ന് പറയുക, ബിറ്റുമിൻ എമൽഷൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക, ബിറ്റുമിൻ എമൽഷനും കട്ട് ബാക്കും. ബിറ്റുമിൻ എമൽഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ബിറ്റുമിൻ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ബിറ്റുമിനിൽ വെള്ളം ഒഴിച്ചാൽ മിക്സ് ആവുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു എമൽസിഫയർ ആഡ് ചെയ്യണം. സോ മിക്സ് ഓഫ് ബിറ്റുമിൻ, വാട്ടർ ആൻഡ് എമൽസിഫയർ ഈസ് നോൺ ആസ് ബിറ്റുമിൻ എമൽഷൻ. ഇനി കട്ട് ബാക്ക് എന്താണ്? കട്ട് ബാക്കിൽ വരുന്നത് ബിറ്റുമിനും ഒരു വോളറ്റൈൽ സോൾവെൻറ്റുമാണ്. ഈ മിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കട്ട് ബാക്ക് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ബിറ്റുമിൻ ഭയങ്കര കട്ടയായിട്ടാണ് ഇരിക്കുന്നത്, സോ അതിനൊന്ന് ലൂസൺ ചെയ്യാം, അതിനാണ് ഇവർ രണ്ടുപേരെയും ഉപയോഗിക്കുന്നത്. സോ വെറ്റ് ക്ലൈമറ്റിൽ ഏതാണ് സ്യൂട്ടബിൾ എന്ന് ചോദിച്ചാൽ എമൽഷൻ ആണ്. പക്ഷെ കോൾഡർ ക്ലൈമറ്റിൽ ഏത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് ബാക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം. It is a safety island and serves the dual purpose of affording the protection to the pedestrians and segregating the traffic into the proper channel. ഏതാണ് വരുന്നത്? അതായത് നമ്മുടെ റോഡിൽ പെഡസ്ട്രിയൻസിന് നിൽക്കാൻ ഒരു സേഫ് പ്ലേസ് ആയിട്ടും അതേപോലെ ട്രാഫിക്കിന് സെപ്പറേഷൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ഒരു ഐലൻഡ് എന്താണ്? ഐലൻഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, റോഡിൽ ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു ഭാഗം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മീഡിയൻ എന്താണ്, കുറച്ച് ഉയർന്നല്ലേ ഇരിക്കുന്നത്, ആ മീഡിയനിലേക്ക് വെഹിക്കിളിന് കയറാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനത്തെ പ്ലേസിനെയാണ് നമ്മൾ പറയുക എന്ത്, ഐലൻഡ് എന്ന്. ഐലൻഡ് ചുറ്റും ട്രാഫിക് ഉണ്ട്, അതായത് വെഹിക്കിൾ ഉണ്ട്, ഈ ഭാഗത്തേക്ക് മാത്രം ട്രാഫിക് എൻട്രി ഇല്ല, അതാണ് ഐലൻഡ്. സോ അങ്ങനെ ഒരു ഐലൻഡ് ഉണ്ട്, അവിടെ എന്താണ്, പെഡസ്ട്രിയൻസ് നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ്, ട്രാഫിക്കിനെ അത് സെപ്പറേറ്റ് ചെയ്യുന്നുമുണ്ട്. എന്താ അതിൻ്റെ പേര്? റെഫ്യൂജി ഐലൻഡ് എന്നാണ് പറയുന്നത്. റെഫ്യൂജി ഐലൻഡിൻ്റെ വേറൊരു പേരാണ് പെഡസ്ട്രിയൻ ഐലൻഡ്. പെഡസ്ട്രിയൻ ഐലൻഡ് അല്ലെങ്കിൽ റെഫ്യൂജി ഐലൻഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, പെഡസ്ട്രിയൻസ് നിൽക്കാനുള്ള ഒരു സ്പേസ് ആണ്. മീഡിയൻ അല്ല അത്. മീഡിയൻ എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദ ലെങ്ത് വരും, ഇത് കുറഞ്ഞ ലെങ്തിലേക്കേ വരുള്ളൂ. മീഡിയന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഡിവിഷണൽ ഐലൻഡ്. മീഡിയൻ ആണത് ഡിവിഷണൽ ഐലൻഡ്. പിന്നെ ഒരു കോമൺ ഐലൻഡ് നമുക്കറിയാം, ഏതാ? റോട്ടറി ഐലൻഡ്, അല്ലേ? ഒരു 4 അപ്രോച്ചിങ് റോഡെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നടുക്കൊരു റോട്ടറി ഐലൻഡ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഐലൻഡ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഉയർന്നിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പെഡസ്ട്രിയൻസിന് സേഫായിട്ട് നിൽക്കാനുള്ളതാണ് റെഫ്യൂജി ഐലൻഡ് അല്ലെങ്കിൽ പെഡസ്ട്രിയൻ ഐലൻഡ്. ആൻ എക്സാമ്പിൾ ഫോർ റിജിഡ് പേയ്മെൻറ്റ്. അപ്പോൾ എന്താണ് റിജിഡ് പേയ്മെൻറ്റ്? റിജിഡ് പേയ്മെൻറ്റും ഉണ്ട്, ഫ്ലെക്സിബിൾ പേയ്മെൻറ്റും ഉണ്ട്, അല്ലേ? അപ്പോൾ റിജിഡ് പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്കൊരു ലോഡ് വരുമ്പോഴേക്കും എന്താണ്, അത് മാക്സിമം ഡിഫോർമേഷനെ റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഫ്ലെക്സിബിൾ പേയ്മെൻറ്റോ എങ്ങനെയാണ്? ഫ്ലെക്സിബിൾ ആണ്, ലോഡ് വരുമ്പോൾ ഡിഫോർമേഷൻ ഉണ്ടാവും. സോ പേയ്മെൻറ്റ്സ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലാണ് പേയ്മെൻറ്റ്സ് ഉള്ളത്, റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ.
റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. റിജിഡ് എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ റിജിഡ് ആണ്, ഡിഫോർമേഷനെ മാക്സിമം അത് റെസിസ്റ്റ് ചെയ്യും. ഫ്ലെക്സിബിൾ ആണെങ്കിൽ ലോഡ് വരുമ്പോൾ ഡിഫോം ചെയ്യും. ഫ്ലെക്സിബിൾ ആണ്. സോ ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ? ഫ്ലെക്ഷറൽ സ്ട്രെങ്ത് കൂടുതൽ ആർക്കാണ്? റിജിഡിനാണ്. അതുകൊണ്ടാണ് ഡിഫോർമേഷനെ അത് റെസിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്കറിയാവുന്ന റിജിഡ് പേയ്മെന്റ് ഏതാണ്? കോൺക്രീറ്റ് പേയ്മെന്റ്. കോൺക്രീറ്റ് പേയ്മെന്റ്. ഫ്ലെക്സിബിൾ പേയ്മെന്റ് എക്സാമ്പിൾ എന്താണ്? ബിറ്റുമിനസ് റോഡ് ഫ്ലെക്സിബിൾ ആണ്. പിന്നെ എല്ലാ ലോ കോസ്റ്റ് റോഡുകളും, അതായത് WBM, ഗ്രാവൽ റോഡ്, അങ്ങനെയുള്ള റോഡുകളൊക്കെ എന്താണ്? ഫ്ലെക്സിബിൾ ആണ്. ലോഡ് വരുമ്പോൾ ഡിഫോം ചെയ്യും. ഇവരുടെ ബേസിക് ഡിഫറൻസ് വരുന്നത് ലോഡ് എങ്ങനെ എടുക്കുന്നു എന്നാണ്. ഫ്ലെക്സിബിൾ പേയ്മെന്റ് എങ്ങനെ ലോഡ് ക്യാരി ചെയ്യുന്നത്? ബൈ ഗ്രെയിൻ ടു ഗ്രെയിൻ ട്രാൻസ്ഫർ ആണ്. ഒരു ലോഡ് വരുന്നു, അടുത്ത ആൾക്കാർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ റിജിഡ് പേയ്മെന്റ്സോ, കോൺക്രീറ്റ് റോഡ് എങ്ങനെയാണ് ലോഡ് എടുക്കുന്നത്? സ്ലാബ് ആക്ഷൻ വഴിയാണ് ലോഡ് എടുക്കുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്? ആൻ എക്സാമ്പിൾ ഫോർ റിജിഡ് പേയ്മെന്റ് ഏതാ? കോൺക്രീറ്റ് റോഡ്. ബാക്കി ഇവിടെ തന്നിരിക്കുന്ന എർത്ത് റോഡ്, ബിറ്റുമിനസ് റോഡ്, വാട്ടർ ബോൺ മെക്കാഡം ഒക്കെ എന്താണ്? ഫ്ലെക്സിബിൾ പേയ്മെന്റ്സ് ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. മാൻഡേറ്ററി സൈൻസ് ആർ ഡിസ്പ്ലേഡ് ഓൺ എ ഡിസ്ക് ഹാവിംഗ് എ ഡയമീറ്റർ. അപ്പോൾ മാൻഡേറ്ററി സൈൻസ്, മാൻഡേറ്ററി സൈൻ എന്താണ്? മാൻഡേറ്ററി സൈൻ 3 ടൈപ്പ് സൈൻ ബോർഡുകളാണ് നമുക്കുള്ളത്. മാൻഡേറ്ററി സൈൻ അല്ലെങ്കിൽ റെഗുലേറ്ററി സൈൻ, വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈൻ, ദെൻ ഇൻഫോർമേറ്ററി സൈൻ. 3 ടൈപ്പ് സൈനുകളാണുള്ളത്. അതിൽ ആദ്യത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് മാൻഡേറ്ററി സൈൻ. ഇതിനെ തന്നെയാണ് റെഗുലേറ്ററി സൈൻ എന്നും പറയുന്നത്. റെഗുലേറ്ററി സൈൻസ്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്, നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇതിൽ കാണിച്ചിട്ടുണ്ടാവുക. സ്റ്റോപ്പ് സൈൻ, ഗിവ് വേ സൈൻ, സ്പീഡ് ലിമിറ്റ്, ഇതൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൻഡേറ്ററി സൈൻ ആണ്. പിന്നെ നമ്മൾ കാണാറില്ലേ നോ പാർക്കിംഗ്, അല്ലേ? പാർക്കിംഗ് പ്രോഹിബിറ്റഡ്, ഹോൺ പ്രോഹിബിറ്റഡ്, എൻട്രി പ്രോഹിബിറ്റഡ്, ഇതൊക്കെ എന്താണ്? റൂൾസ് ആണ്. ഇതൊക്കെ തെറ്റിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് ഫൈൻ അടക്കേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനത്തെയുള്ള സൈൻ ബോർഡുകളെയാണ് മാൻഡേറ്ററി സൈൻ അല്ലെങ്കിൽ റെഗുലേറ്ററി സൈൻ എന്ന് പറയുന്നത്. ഇവർക്കൊരു കോമൺ ഒരു പാറ്റേൺ ഉണ്ട്. എങ്ങനെയാണ്? സർക്കുലർ ഷേപ്പ് ആയിരിക്കും, അല്ലേ? സർക്കുലർ ഷേപ്പ് ആണ്, റെഡ് ബോർഡർ ആണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് ലെറ്റേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ പിന്നെ ഇവർക്ക് റേഡിയസ് ആണ് നമുക്ക് പറയാവുന്നത്. സർക്കുലർ ഷേപ്പ് ആണല്ലോ, ഇവരുടെ റേഡിയസ് എന്ത് വരും? റേഡിയസ് വരുന്നത് 60 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 600 mm. ഇതാണ് ഇതിൻ്റെ റേഡിയസ് വരുന്നത്. അപ്പോൾ ബാക്കി സൈൻ ബോർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ വാർണിംഗ് സൈൻസ് ഉണ്ട്. വാർണിംഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പാണ്, റെഡ് ബോർഡേഴ്സ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, ബ്ലാക്ക് ലെറ്റേഴ്സ് ആണ്. അതായത് മെൻ അറ്റ് വർക്ക്, അല്ലേ? നമ്മൾ ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ കാണാറുള്ളതാണ്. മെൻ അറ്റ് വർക്ക് എന്തിനാണ്? വാർണിംഗ് ആണ്. അവിടെ ആളുകളുണ്ട്, നമ്മൾ സൂക്ഷിച്ചു പോവുക. സ്കൂൾ ഹെഡ്, സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികൾ റോഡിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ചു പോകണം, അല്ലേ? വാർണിംഗ് ആണ്. ഡ്രൈവർക്ക് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ചില വാർണിംഗ് കൊടുക്കുന്ന സൈനുകളാണ് വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ കോഷണറി സൈൻസ്. ഇവരെല്ലാവരും ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. പക്ഷേ മാൻഡേറ്ററി സൈനുകൾ എങ്ങനെയാണ്? സർക്കുലർ ആണ്. അവരുടെ റേഡിയസ് 60 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. റേഡിയസ് അല്ല, സോറി, ഡയമീറ്റർ 60 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഇനി അടുത്ത സൈനാണ് ഇൻഫോർമേറ്ററി സൈൻസ്. ഇൻഫോർമേറ്ററി സൈൻസ്. ഇൻഫോർമേറ്ററി സൈൻസ് റെക്റ്റാങ്കുലർ ഷേപ്പിലായിരിക്കും. ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് ഡയറക്ഷനും ഫെസിലിറ്റിയൊക്കെ കാണിക്കുന്ന സൈൻ ബോർഡുകളില്ലേ, ഗ്രീൻ കളർ ബോർഡുകൾ, ആ ബോർഡുകളെയാണ് പറയുന്നത് ഇൻഫോർമേറ്ററി സൈൻ അല്ലെങ്കിൽ ഗൈഡിങ് സൈൻ എന്ന്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റോപ്പ് സൈൻ, പിന്നൊന്ന് ഗിവ് വേ സൈൻ. സ്റ്റോപ്പ് സൈനിൻ്റെ ഷേപ്പ് വരുന്നത് എന്താണ്? ഒക്ടഗണൽ ഷേപ്പാണ്. സ്റ്റോപ്പ് സൈൻ നമ്മൾ പറഞ്ഞു മാൻഡേറ്ററി ആണ്, അല്ലേ? മാൻഡേറ്ററി ആണ് സ്റ്റോപ്പ് സൈനും ഗിവ് വേ സൈനും. പക്ഷേ ഇവർ 2 പേരും സർക്കുലർ ഷേപ്പ് അല്ല. സ്റ്റോപ്പ് സൈൻ്റെ ഷേപ്പ് ഒക്ടഗണൽ ഷേപ്പാണ്. ഗിവ് വേയുടെ ഷേപ്പോ ഇൻവേർട്ടഡ് ട്രയാങ്കുലർ ഷേപ്പാണ്. ഇതാണ് ട്രയാങ്കുലർ ഷേപ്പ്, ഇത് ഇൻവേർട്ടഡ് ട്രയാങ്കുലർ ഷേപ്പാണ്. ഈ 2 കാര്യങ്ങളൊന്നും ഓർത്ത് വെച്ചേക്കുക. ഇവർ 2 പേരും മാൻഡേറ്ററി ആണ്, പക്ഷേ സർക്കുലർ അല്ല. സാധാരണ സർക്കുലർ ഷേപ്പ് വരുന്ന മാൻഡേറ്ററി സൈനൊക്കെ 60 സെൻറ്റിമീറ്റർ ഡയമീറ്ററിലാണ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ആർട്ടീരിയൽ റോഡ് ഓൺ വിച്ച് ഫാസ്റ്റ് അർബൻ ട്രാഫിക് ഈസ് അലൗഡ് ടു മൂവ് സ്പീഡ്ലി ആൻഡ് സേഫ്ലി. ആർട്ടീരിയൽ റോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ആക്ച്വലി ഉദ്ദേശിക്കുന്ന അർബൻ റോഡാണ്. അർബൻ റോഡ് ഓൺ വിച്ച് ഫാസ്റ്റ് അർബൻ ട്രാഫിക് ഈസ് അലൗഡ് ടു മൂവ് സ്പീഡ്ലി ആൻഡ് സേഫ്ലി. ഏതാണ് ആൻസർ വരിക? എക്സ്പ്രസ് വേ ആണ് ആൻസർ വരുന്നത്. എക്സ്പ്രസ് വേ നമുക്കറിയാം, ഫാസ്റ്റ് ആയിട്ട് പോകേണ്ടവർക്ക് അവർക്ക് വേണ്ടി കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു റോഡാണ് എന്ത്? എക്സ്പ്രസ് വേ. സൈഡിൽ നിന്നുള്ള എൻട്രി മാക്സിമം കുറച്ച് ആരും സൈഡിലേക്ക് എൻ്റർ ചെയ്യാതെ, അല്ലേ, ലിമിറ്റഡ് ആക്സസ് പോയിന്റ് ഉള്ള റോഡുകളാണ് എക്സ്പ്രസ് വേ. സോ ആർട്ടീരിയൽ റോഡിനേക്കാളും അതിനെ പറയേണ്ടത്
ഏതാണ്? അർബൻ റോഡ് എന്നാണ്. അർബൻ റോഡിൻ്റെ ഒരു കാറ്റഗറിയാണ് ആർട്ടീരിയൽ റോഡ്. അർബൻ റോഡ് ഓൺ വിച്ച് ഫാസ്റ്റ് അർബൻ ട്രാഫിക് ഈസ് അലൗഡ് ഈസ് നോൺ ആസ് എക്സ്പ്രസ് വേ. അടുത്ത ക്വസ്റ്റ്യൻ, അറേഞ്ച്മെന്റ് ഓഫ് ടേക്കിംഗ് വൺ റോഡ് ഓവർ അനദർ ബൈ മീൻസ് ഓഫ് എ ബ്രിഡ്ജ്. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ടു. അതിന്റെ ആൻസർ എന്തായിരുന്നു? ഗ്രേറ്റ് സെപ്പറേഷൻ ആയിരുന്നു അല്ലേ? ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ, പലരും പല ലെവലിൽ പാസ് ചെയ്ത് പോകുന്നു എന്നായിരുന്നു. ഇവിടെ നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് ടേക്കിംഗ് വൺ റോഡ് ഓവർ അനദർ ബൈ മീൻസ് ഓഫ് എ ബ്രിഡ്ജ്. ഇവിടെ രണ്ടും ഒരു ഇന്റർസെക്ഷൻ അല്ല ഉദ്ദേശിക്കുന്നത്, രണ്ടുപേരും ക്രോസ് ചെയ്ത് പോകുന്നില്ല, പക്ഷെ ഒന്നിന് മുകളിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ഇതിന്റെ ആൻസർ എന്താണ് വരിക? ഇറ്റ് ഈസ് ഫ്ലൈ ഓവർ. ഫ്ലൈ ഓവർ എന്ന് ആലോചിച്ച് നോക്കിയേ, കുറേ പേരിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നു, അതിൽ നിന്ന് കുറച്ച് പേര് വേറെ ലെവലിൽ ഒന്ന് ഉയർന്ന് പോകുന്നു, ഫ്ലൈ ഓവർ. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാഫിക്കിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്, സെപ്പറേറ്റ് ചെയ്യാണ്. കുറച്ച് പേര് മുകളിലൂടെ, കുറച്ച് പേര് താഴത്തൂടെ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് ഫ്ലൈ ഓവർ എന്ന് പറയാം. ഇത് ഗ്രേറ്റ് സെപ്പറേറ്റഡ് ഇന്റർസെക്ഷൻ അല്ല, ഫ്ലൈ ഓവർ ആണ്, ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഗ്രേഡ് ഇന്റർചേഞ്ച്? ഗ്രേഡ് ഇന്റർസെക്ഷൻ നമ്മൾ അറ്റ് ഗ്രേഡ് ഇന്റർസെക്ഷനും ഗ്രേഡ് സെപ്പറേറ്റ് ഇന്റർസെക്ഷനും പറഞ്ഞപ്പോൾ പറഞ്ഞു, പ്ലാൻ വ്യൂ കാണുമ്പോൾ എങ്ങനെയാണോ റാമ്പ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ച് പല പല ഇന്റർചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. ക്ലോവർ ലീഫ് പോലെ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ റോട്ടറി പോലെ കാണുന്നുണ്ടോ, അതൊക്കെ അനുസരിച്ച് പല രീതിയിൽ പേര് പറയാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഗ്രേഡ് ഇന്റർചേഞ്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതാണ് ഗ്രേഡ് ഇന്റർചേഞ്ച് അല്ലാത്തത്? റൗണ്ട് അബൌട്ട്. റൗണ്ട് അബൌട്ട് പല ലെവലിലാണോ? അല്ലല്ലോ, എല്ലാവരും ഒരേ ലെവലല്ലേ മീറ്റ് ചെയ്യുന്നത്. സോ അതൊരു ഇന്റർചേഞ്ച് അല്ല. ഇന്റർചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് സെപ്പറേറ്റഡ് ആണ്, അവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവണം. പക്ഷെ ഇവിടെ അങ്ങനല്ല, റൗണ്ട് അബൌട്ട് ഒരു ഗ്രേഡ് ഇന്റർചേഞ്ച് അല്ല. ബാക്കി എല്ലാം ഗ്രേഡ് ഇന്റർചേഞ്ചിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് പാർക്കിംഗ് ഈസ് മോസ്റ്റ് പ്രിഫേർഡ് വെൻ വിഡ്ത്ത് ഓഫ് സ്ട്രീറ്റ് ഈസ് ലിമിറ്റഡ്? പാർക്കിങ്ങുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ആസ്ക് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടൈപ്പ് ഓഫ് പാർക്കിംഗ് ഈസ് മോസ്റ്റ് പ്രിഫേർഡ് വെൻ വിഡ്ത്ത് ഓഫ് സ്ട്രീറ്റ് ഈസ് ലിമിറ്റഡ്? അപ്പോൾ നമുക്ക് ബേസിക്കലി 3 ടൈപ്പ് പാർക്കിംഗ് ആണ്. അപ്പോൾ പാർക്കിംഗ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റോഡ് സൈഡ് പാർക്ക് ചെയ്യാണ്, ഇത് കർബാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ സ്റ്റോണുകൾ അറേഞ്ച് ചെയ്ത പോലെ കാണാറില്ലേ, അതാണ് കർബ്. നമ്മൾ നേരത്തെ കണ്ടു, കാരേജ് വേയുടെ ബൗണ്ടറി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന കേസാണ് നമുക്ക് ഇവിടെ ആവശ്യം, കാരണം പാർക്കിംഗ് സ്പേസിൽ പാർക്ക് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റോഡ് സൈഡിൽ കൊണ്ട് വണ്ടി നിർത്തിയിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കർബിനോട് ചേർത്ത് നിർത്തിയിടും അല്ലേ. അപ്പോൾ ഒന്നുകിൽ കർബിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതുപോലെ ആയിരിക്കാം നിർത്തിയിടുന്നത്, അല്ലെങ്കിൽ കർബിന് പാരലൽ ആയിട്ടായിരിക്കാം ഇതുപോലെ. ഇതും അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി ഉള്ളത് കർബിനോട് ഒരു ആംഗിളിൽ നിർത്തിയിടാം. ഇങ്ങനെ 3 പോസിബിലിറ്റീസ് ആണുള്ളത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം, ഇവിടെ ഏറ്റവും കൂടുതൽ നമ്പർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെയായിരിക്കും? ഇതുപോലെ പാർക്ക് ചെയ്യുമ്പോൾ, കർബിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് പാർക്ക് ചെയ്യുമ്പോൾ. ഇത് നമ്മൾ പറയുന്നതാണ് പെർപെൻഡിക്കുലർ പാർക്കിംഗ്. പെർപെൻഡിക്കുലർ പാർക്കിംഗ് ഇതിന് നമ്മൾ എന്ത് പറയും? പാരലൽ പാർക്കിംഗ്. കർബിന് പാരലൽ ആണ്. കർബിനോട് ആംഗിളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ പറയും ആംഗിൾഡ് പാർക്കിംഗ്. ഇങ്ങനെയാണ് 3 പാർക്കിംഗ് വരുന്നത്. സോ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ പറ്റുന്ന എവിടെയാ? പെർപെൻഡിക്കുലർ പാർക്കിംഗ്. പക്ഷേ ഇവിടെ റോഡിലേക്ക് ഇറങ്ങിയിരിക്കും വണ്ടികളെല്ലാവരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഡ്ത്ത് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ, വിഡ്ത്ത് കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആവുന്ന ഏതാ? പാരലൽ പാർക്കിംഗാണ്. എല്ലാവരും കർബിനോട് ചേർന്ന് നിൽക്കും, റോഡിലേക്ക് ഇറങ്ങിയിരിക്കില്ല. സോ റോഡിന് വീതി കുറവാണെങ്കിൽ അഡോപ്റ്റ് ചെയ്യാവുന്നതാണ് പാരലൽ പാർക്കിംഗ്. പക്ഷെ മാക്സിമം നമ്പർ ഓഫ് വെഹിക്കിൾ പാർക്ക് ചെയ്യാൻ പറ്റുന്നത് പെർപെൻഡിക്കുലർ പാർക്കിങ്ങിലാണ്. ഇവിടെ മിനിമം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ടൈപ്പ് ഓഫ് പാർക്കിംഗ് ഈസ് മോസ്റ്റ് പ്രിഫേർഡ് വെൻ വിഡ്ത്ത് ഓഫ് സ്ട്രീറ്റ് ഈസ് ലിമിറ്റഡ്? വിഡ്ത്ത് കുറഞ്ഞ റോഡുകളിൽ ഏത് പാർക്ക് ചെയ്യാം? പാരലൽ പാർക്കിംഗ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മാക്സിമം ഗ്രേഡിയൻറ്റ് മേ ബി നോർമലി പ്രൊവൈഡഡ് ഇൻ ദ അലൈൻമെൻറ്റ് ഓഫ് എ റോഡ് ആൻഡ് ലോങ് സ്ട്രെച്ചസ് ഓഫ് വിച്ച് ക്യാൻ ബി ട്രാവേഴ്സ്ഡ് ബൈ ദി വെഹിക്കിൾ വിത്തൗട്ട് മച്ച് ഫാറ്റിക്. നമ്മൾ നോർമലി റോഡിൽ കൊടുക്കുന്ന എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഗ്രേഡിയൻ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മാക്സിമം ഗ്രേഡിയൻറ്റ് മേ ബി നോർമലി പ്രൊവൈഡഡ് ഇൻ ദ അലൈൻമെൻറ്റ് ഓഫ് എ റോഡ് along and long stretches of which can be traversed by the vehicle without much fatigue. ഏതാണ് ആൻസർ വരിക? റൂളിംഗ് ഗ്രേഡിയൻറ്റ്. അതായത് നമുക്ക് നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ഗ്രേഡിയൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു റൂളിംഗ് ഗ്രേഡിയൻറ്റ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷനിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നോർമലി പ്രൊവൈഡ് ചെയ്യാവുന്ന മാക്സിമം ഗ്രേഡിയൻറ്റ്, ഡിസൈനർ അഡോപ്റ്റ് ചെയ്യുന്ന മാക്സിമം ഗ്രേഡിയൻറ്റ്, അതാണ് റൂളിംഗ് ഗ്രേഡിയൻറ്റ്. ഇത് കൊടുക്കാൻ പറ്റാത്തപ്പോൾ മാത്രമാണ് നമ്മൾ ഏതിലേക്ക് പോവുക? ലിമിറ്റിംഗ് ഗ്രേഡിയൻറ്റിലേക്ക് പോവുക. അതും കൊടുക്കാൻ പറ്റാത്തപ്പോഴാണ് ഇതിലേക്ക് പോകുന്നത്? എക്സെപ്ഷണൽ ഗ്രേഡിയൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ ഡിസൈൻ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ റൂളിംഗ് ഗ്രേഡിയൻ്റ് ആണ് ആൻസർ ആയിട്ട് വരിക.
അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ദ റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ പ്ലെയിൻ ഈസ്. ഇപ്പോൾ റൂളിംഗ് ഗ്രേഡിയന്റ് എന്താണെന്ന് മനസ്സിലായി, ഇനി അതിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. IRC റെക്കമെൻഡഡ് റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ പ്ലെയിൻ ടെറൈനിൽ എത്രയാണ് വാല്യൂ? ഇറ്റ് ഈസ് 1/30. അപ്പോൾ പ്ലെയിൻ ആൻഡ് റോളിങ്ങിന് ഒരേ വാല്യൂ ആണ്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണ് എങ്കിൽ നമുക്ക് വരുന്ന വാല്യൂ, റൂളിംഗ് ഗ്രേഡിയന്റിന് വരുന്ന വാല്യൂ ഈസ് 3.3% ആണ്. അതിനെയാണ് 1/30 ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് നമുക്ക് വരുന്നത് 5 ആണ്. അതേപോലെ എക്സെപ്ഷണൽ ഗ്രേഡിയന്റ് വരുന്നത് 6 ആണ്. അതേപോലെ മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈൻ ആണ് എങ്കിൽ ഇവിടെ വരുന്ന വാല്യൂ ഇത്രയും % ആണ്. ഇനി സ്റ്റീപ്പ് ടെറൈനിൽ തന്നെ അധികം എലിവേഷൻ ഇല്ലാത്ത, അതായത് മീൻ സീ ലെവലിൽ നിന്ന് ഒരു 3000 മീറ്റർ ഹൈറ്റ് വരെ ഉള്ള സ്ഥലങ്ങളാണ് എങ്കിൽ, അത് സ്റ്റീപ്പ് ടെറൈൻ ആണ് എങ്കിൽ നമുക്ക് എത്ര വരെ പോവാം? ഇത്രയും വാല്യൂസ് വരെ പോവാം. നമുക്ക് പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. റൂളിംഗ് ഗ്രേഡിയന്റ്, ലിമിറ്റിംഗ് ഗ്രേഡിയന്റ് ആൻഡ് എക്സെപ്ഷണൽ ഗ്രേഡിയന്റ്, ഇത്രയാണ് കൊടുക്കാവുന്ന വാല്യൂ. ഇവിടെ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് റൂളിംഗ് ഗ്രേഡിയന്റ് ഇൻ പ്ലെയിൻ ടെറൈൻ, അതിൽ കൊടുക്കുന്ന റൂളിംഗ് ഗ്രേഡിയന്റ് എത്ര വരെ പോവാം? 1/30 വരെ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, എ കർവ് ഹൂസ് റേഡിയസ് ഗ്രാജുവലി ചേഞ്ചസ് ഫ്രം ആൻ ഇൻഫിനിറ്റ് വാല്യൂ ടു എ ഫൈനൈറ്റ് വാല്യൂ ഓർ വൈസ് വേഴ്സ. നമ്മൾ നേരത്തെ കണ്ടതേ ഉള്ളൂ. എന്താണ് ഇതിന്റെ ആൻസർ വരിക? ട്രാൻസിഷൻ കർവ് ആണ് ആൻസർ. നെക്സ്റ്റ്, ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഏതൊക്കെ കാര്യങ്ങളാ? റിയാക്ഷൻ ടൈം, ബ്രേക്കിംഗ് ടൈം, സ്പീഡ് ഓഫ് വെഹിക്കിൾ, ഓൾ ഓഫ് ദീസ്. എന്താണ് ആൻസർ വരിക? എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് പലതരത്തിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് SSD എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് SSD, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ സൈഡ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് കാണാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത്? സൈഡ് ഡിസ്റ്റൻസ്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, ഇപ്പം മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്ര ദൂരം കാണാം, അതാണ് സൈഡ് ഡിസ്റ്റൻസ്. അപ്പോൾ അതിൽ എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്? സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസിൻ്റെ വേറൊരു പേരാണ് സൈഡ് ഡിസ്റ്റൻസ്. പലതരത്തിലുണ്ട്. അതിൽ ഒന്നാണ് SSD, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. SSD എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വെഹിക്കിള് സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ദൂരം കാണണം. കാരണം നമ്മൾ വണ്ടി ബ്രേക്ക് ചെയ്ത ഉടനെ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് മുന്നോട്ട് എത്ര കാണണം, ആ സൈഡ് ഡിസ്റ്റൻസിനെയാണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം. സേഫായിട്ട് ഓവർടേക്ക് ചെയ്യാൻ എത്ര കാണണം, അതിനെയാണ് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയാം, OSD. ഇനി കറക്റ്റ് ഓവർടേക്കിംഗ് ഒന്നുമില്ല, ലിമിറ്റഡ് ഓവർടേക്കിങ്ങേ ഉള്ളൂ. ലിമിറ്റഡ് ഓവർടേക്കിങ്ങിന് എത്ര ദൂരം മുന്നോട്ട് കാണണം, അതിനെയാണ് ISD അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ലിമിറ്റഡ് ഓവർടേക്കിങ്ങിന് മുന്നോട്ട് കാണേണ്ട ഡിസ്റ്റൻസ് ആണ് ISD അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ദാറ്റ് ഈസ് HSD, ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഹെഡ്ലൈറ്റിന്റെ മാത്രം ഹെൽപ്പോട് കൂടി മുന്നോട്ട് എത്ര ദൂരം കാണാൻ പറ്റുന്നുണ്ട്, അതാണ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ 4 ടൈപ്പ് സൈഡ് ഡിസ്റ്റൻസസ് ആണ് ഇതിലുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് SSD തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ളതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒന്ന് OSDയിൽ അറിയേണ്ട കാര്യം ഓവർടേക്കിംഗ് ആണ്. നമുക്ക് ആ ബാക്കിയുള്ള 3 പറഞ്ഞിട്ട് മെയിൻ കാര്യത്തിലേക്ക് വരാം. ഓവർടേക്കിങ്ങിന് വേണ്ട സൈഡ് ഡിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും ചോദിക്കില്ല. അതിൽ അറിയേണ്ട മെയിൻ കാര്യം ഇതാണ്, ചോദിക്കുന്ന കാര്യം ഇതാണ്. ഓവർടേക്കിംഗ് സോണുകൾ നമ്മൾ റോഡിൽ കൊടുക്കാറുണ്ട്. അതായത് ഓവർടേക്കിംഗ് നടത്താൻ പറ്റുന്ന ചില സെക്ഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട് റോഡിൽ, അതാണ് ഓവർടേക്കിംഗ് സോൺ. അപ്പോൾ ഓവർടേക്കിംഗ് സോണിൻ്റെ മുന്നേയും അതിന് ശേഷവും ഓവർടേക്ക് ചെയ്യാൻ പറ്റില്ല, ശരിയാണല്ലോ. ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ചില സെക്ഷനുകളാണ് ഓവർടേക്കിംഗ് സോൺ ആയിട്ട് പറയുന്നത്. ഓവർടേക്കിംഗ് സോണിന് മിനിമം വേണ്ട ലെങ്ത് എത്രയാണ്? മിനിമം ലെങ്ത് ഓഫ് overtaking zone. Minimum length of overtaking zone is equal to 3 times OSD. OSD എത്രയാണോ, ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എത്രയാണോ, അതിൻ്റെ 3 ടൈംസ് ആണ് ഓവർടേക്കിംഗ് സോണിന് മിനിമം വേണ്ടത്. ഇനി ഡിസൈറബിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസൈറബിൾ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ, ഡിസൈറബിൾ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ is equal to 5 times OSD.
ഈ രണ്ട് കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മിനിമം ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ ആൻഡ് ഡിസൈറബിൾ ലെങ്ത് ഓഫ് ഓവർടേക്കിംഗ് സോൺ. OSD എത്രയാണോ അതിനെ ബേസ് ചെയ്താണ് രണ്ട് കാര്യങ്ങളും പറയുന്നത്. മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി ISD ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റ് അത് ലിമിറ്റഡ് ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ എത്ര വേണം? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times SSD. 2 times SSD. SSD എത്രയാണോ അതിന് ഡബിൾ ആണ് ISD ആയിട്ട് കൊടുക്കേണ്ടത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഈ വാല്യൂ അറിഞ്ഞിരിക്കണം. ഇനി HSD എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റിന്റെ മാത്രം സഹായത്തോടെ കാണാൻ പറ്റുന്നതാണ്. എത്രയെങ്കിലും കാണണം, SSD എങ്കിലും കാണണം. സോ ഇതാണ് ബാക്കി 3 കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. OSD എന്ന് പറഞ്ഞാൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ട സൈഡ് ഡിസ്റ്റൻസ് ആണ്. അവിടെ ഈ രണ്ട് ലെങ്തുകളാണ് അറിയേണ്ടത്. ISD എന്ന് പറഞ്ഞാൽ 2 times SSD ആണ്. HSD എന്ന് പറഞ്ഞാൽ SSD തന്നെയാണ്. ഇനി നമുക്ക് മെയിൻ ആളിലേക്ക് വരാം. SSD സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. എന്താണ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്? വെഹിക്കിൾ സേഫ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട സൈഡ് ഡിസ്റ്റൻസ് ആണ് SSD വരിക. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസ് പോലെയും ചെറിയ പ്രോബ്ലംസ് ആയിട്ടും ഒക്കെ ചോദിക്കാനുണ്ട്. നമുക്കൊന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. സോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് SSD. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് SSD. അപ്പോൾ SSDയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ പെട്ടെന്ന് മുന്നിലൊരു മരം വീണ് കിടക്കുന്നു. നമ്മൾ എന്താ ചെയ്യുക? മരം വീണ് കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വേഗം ബ്രേക്ക് ചവിട്ടും. ബ്രേക്ക് ചവിട്ടി കുറച്ച് നേരം മുന്നോട്ട് പോയി വണ്ടി നിൽക്കും. ഇത്രയാണല്ലോ. അപ്പോൾ നമ്മുടെ കൺസിഡറേഷൻ എത്രയാണ്? വണ്ടി നിൽക്കുമ്പോൾ ആ മരത്തടിയിൽ ഒരിക്കലും പോയി ഇടിക്കരുത്. ഇതാണ് നമുക്ക് വേണ്ടത്. ആണല്ലോ. അപ്പോൾ അതിന് എത്ര മുന്നേ നമ്മൾ ഈ മരത്തടി കാണണം? നമുക്ക് എത്ര സൈഡ് ഡിസ്റ്റൻസ് അവിടെ കിട്ടണമായിരുന്നു ഇതിൽ പോയി ഇടിക്കാതിരിക്കാൻ? ആ സൈഡ് ഡിസ്റ്റൻസിനെയാണ് SSD എന്ന് പറയാം. സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. എവിടെയും പോയി ഇടിക്കാതെ വെഹിക്കിൾ സേഫ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട സൈഡ് ഡിസ്റ്റൻസ് ആണ് SSD എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മളിത് കാണണം അല്ലേ? മരത്തടി അവിടെ കിടക്കുന്നുണ്ടെന്ന് കാണണം. കണ്ട് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ നടക്കുമ്പോഴും എന്താണ്? സ്പീഡ് കുറയുന്നില്ല. വന്ന് അതേ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ എന്ത് ചെയ്യും? ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പതുക്കെ സ്പീഡ് കുറയും. എന്നിട്ട് 0 എന്നുള്ള വെലോസിറ്റിയിൽ നമ്മളെത്തും. വണ്ടി സ്റ്റോപ്പ് ആവും. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. സോ SSD നമുക്ക് പറയാൻ പറ്റും ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ഇതിൽ ലാഗ് ഡിസ്റ്റൻസ് ആണ് എന്ത്? നമ്മൾ കണ്ട് മനസ്സിലാക്കി ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കണം നമ്മൾ തിരിച്ചറിയണമല്ലോ. അത്രയുമുള്ള സമയം നമ്മൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരെയുള്ള സമയം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡിസ്റ്റൻസിനെയാണ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയാം. നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അത് നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടില്ല അത്രയും സമയം. ബ്രേക്ക് ചവിട്ടുന്നത് വരെയുള്ള ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസിനെയാണ് ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയാം. ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ മുന്നോട്ട് പോകും. അതിനെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും ഇക്വേഷൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ലാഗ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു VT. അവിടെ സ്പീഡ് കുറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഡിസൈൻ സ്പീഡിലാണ് വരുന്നത് എന്നാണ് നമ്മുടെ അസംഷൻ. ഒരേ സ്പീഡിൽ വരുന്നു. എത്ര സമയം? ഇതൊക്കെ ആലോചിക്കാനെടുത്ത സമയം, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കാനെടുത്ത സമയം, അത്രയും സമയവും നമ്മൾ അതേ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് T. നമ്മൾ വന്ന വെലോസിറ്റിയാണ് V. വെലോസിറ്റി ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ ലാഗ് ഡിസ്റ്റൻസ് കിട്ടും. ഇനി ബ്രേക്കിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഈസ് V²/2gF. V²/2gF. വന്ന സ്പീഡാണ് V. ദെൻ G ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് F? F ഈസ് ഫ്രിക്ഷൻ, കോയിഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ. നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലെങ്ത് വൈസ് അല്ലേ മൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ ലെങ്ത് വൈസ് ഉള്ള ഫ്രിക്ഷനാണ് നമുക്ക് വേണ്ടത്. F ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ. സോ SSDയുടെ ഇക്വേഷൻ എന്താണ്? VT പ്ലസ് V²/2gF. അവിടെ വെലോസിറ്റിയുടെ യൂണിറ്റ് m/s ആയിരിക്കണം എന്നുള്ളത് മസ്റ്റായിട്ട് നോക്കുക. ബാക്കിയൊന്നും കുഴപ്പമില്ല. വെലോസിറ്റി m/s ആയിരിക്കണം. ഇനി അഥവാ km/h വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കൺവേർഷൻ ചെയ്യാം. 0.278 VT പ്ലസ് V²/254F. ഇവിടെ വെലോസിറ്റി km/h. വെലോസിറ്റി km/h. ഈ രണ്ട് ബേസിക് ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ ചോദിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ, T നമ്മൾ പറഞ്ഞല്ലോ, ഇതൊക്കെ ആലോചിക്കാനെടുത്ത സമയം അത് എത്രയാണ്? അത് നമുക്കറിയാം. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ്, ഓരോ സിറ്റുവേഷനിൽ നമ്മൾ പല രീതിയിലാണ് റിയാക്ട് ചെയ്യുക അല്ലേ? പക്ഷേ ആസ് പെർ കോഡ് എല്ലാവർക്കും ഒരു വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 2.5 seconds. ഇത് കണ്ട് മനസ്സിലാക്കി ബ്രേക്കിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഒരാൾ 2.5 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. അയാളുടെ ടോട്ടൽ റിയാക്ഷൻ ടൈം
ഈസ് 2.5 seconds. ഇത് മസ്റ്റായിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ റിയാക്ഷൻ ടൈം നമ്മൾ 2 സെക്കൻഡേ എടുക്കാറുള്ളൂ കേട്ടോ. OSD അതായത് ഓവർടേക്കിംഗ് ചെയ്യാനായിട്ട് 2 സെക്കൻഡ് കൊണ്ട് ഒരാൾ തീരുമാനം എടുക്കും. പക്ഷേ ഇവിടെയോ 2.5 സെക്കൻഡ് കൊണ്ടാണ് അയാൾ ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. റിയാക്ഷൻ ടൈം എന്താണ്? ലാഗ് ഡിസ്റ്റൻസ് പ്ലസ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ് SSD. അതേപോലെ സെപ്പറേറ്റ് ഇക്വേഷൻസ്, ലാഗ് ഡിസ്റ്റൻസ് മാത്രം ചോദിച്ചാൽ ഇത് മാത്രം നോക്കിയാൽ മതി, VT എന്ന് മാത്രം ചെയ്താൽ മതി. പക്ഷേ വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ/സെക്കൻഡ് ആണെന്ന് മറക്കരുത്. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ഈസ് v²/2gf. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ? ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് SSD ഇവിടെ മാറിയത്? റിയാക്ഷൻ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തില്ലേ? റിയാക്ഷൻ ടൈം ഉണ്ട്. ബ്രേക്കിംഗ് ടൈം, എത്ര ടൈമാണ് ബ്രേക്ക് ചെയ്യാനെടുത്തത്, അത്രയും ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ഓഫ് വെഹിക്കിൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. അപ്പോൾ ഫ്രിക്ഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലോഞ്ചിറ്റ്യൂഡനൽ ഫ്രിക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡൽ ഫ്രിക്ഷൻ എഫ്. ഇവിടെ നമ്മൾ കണ്ട എഫ്. ആ എഫിന് എടുക്കാവുന്ന ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സ്പീഡ് അനുസരിച്ചാണ് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറുന്നത്. സ്പീഡ് കൂടുമ്പോൾ ഫ്രിക്ഷൻ കുറയും, സ്പീഡ് കുറയുമ്പോൾ ഫ്രിക്ഷൻ കൂടും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചിരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലെങ്കിൽ പ്രോബ്ലത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ഇക്വേഷൻ വെച്ച് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ സേഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഫോർ എ ഡിസൈൻ സ്പീഡ് ഓഫ് 60 km/h for two-way traffic on a single lane road. Reaction time of driver is 2.5 seconds. So എന്താണ് ഇക്വേഷൻ വരിക? ഇതാണ് ഇക്വേഷൻ വരിക. 0.278 VT പ്ലസ് v²/254 F എന്നാണ് ഇക്വേഷൻ വരിക. SSD ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസൈൻ സ്പീഡ് 60 km/h ആണ്. ഇനി റിയാക്ഷൻ ടൈം 2.5 seconds ആണ്. സോ ഇത് രണ്ട് വാല്യൂസ് കിട്ടി. എഫ് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും എഫിൻ്റെ വാല്യൂ 0.35 മുതൽ 0.4 വരെയാണ് മാറുന്നത്. നമ്മുടെ സ്പീഡ് 60 ആണ് തന്നിരിക്കുന്നത്. സോ 0.36 നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ഈ 0.36 എടുത്താലും 0.35 എടുത്താലും വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. 0.35 എടുത്ത് ചെയ്താലും മതി, അല്ലെങ്കിൽ 0.4 ഇട്ട് ചെയ്താലും മതി. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ ഓർക്കണം. അപ്പോൾ മാനുവലി ചെയ്യുമ്പോൾ അത് വലിയ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഇല്ല. കറക്റ്റായിട്ടാണെങ്കിൽ 60ക്ക് 0.36 ആണ് എടുക്കേണ്ടത്. അപ്പോൾ അത്ര എടുത്ത് ചെയ്യുകയാണെങ്കിൽ എഫിൻ്റെ വാല്യൂ 0.36 എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് നിയർലി ഒരു 80 അടുപ്പിച്ചുള്ള ഒരു വാല്യൂ ആണ് കിട്ടുന്നത്, SSDയുടെ വാല്യൂ. പക്ഷേ എ അല്ല ആൻസർ. എന്തുകൊണ്ടാണ്? ടു വേ ട്രാഫിക് ഓൺ സിംഗിൾ ലെയിൻ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു വേ ട്രാഫിക് ഓൺ സിംഗിൾ ലെയിൻ റോഡ്. ഒരു ലെയിനേ ഉള്ളൂ, സിംഗിൾ ലെയിനാണ്. പക്ഷേ 2 ഡയറക്ഷനിലേക്കും ആൾക്കാരുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു ലെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിളിന് കംഫർട്ടബിൾ ആയിട്ട് പോകാനുള്ള സ്പേസ് ആണ്. അവിടെ 2 ഡയറക്ഷനിലും ആൾക്കാർ വന്നാൽ ഇവർ കൂട്ടിയിടിക്കാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. അപ്പം അങ്ങനെ കൂട്ടിയിടിക്കുന്ന സ്പേസിൽ ഒരാൾ നിർത്തിയിട്ട് കാര്യമുണ്ടോ? 2 പേരും നിർത്തണം. 2 പേര് നിർത്തിയാലേ സേഫ് ആവുള്ളൂ. 2 പേർക്കും നിർത്താൻ ഓരോരുത്തർക്കും SSD വേണം. 2 പേർക്കും SSD വേണം. സോ ഇവിടെ എത്ര SSD ആണ് വേണ്ടത്? ഒരു SSD മതിയോ? പോരാ, അതിൻ്റെ ഡബിൾ വേണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 164.42 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നോക്കുക, കണ്ടീഷനും കൂടെ. ടു വേ ട്രാഫിക് ഓൺ സിംഗിൾ ലൈൻ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരാൾക്കുള്ള മാത്രം SSD നോക്കിയാൽ പോരാ, 2 പേർക്കുള്ളത് വേണം. 2 പേരും വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യണം. സോ 2 times ആണ് എടുക്കേണ്ടത്. കിട്ടുന്ന എന്താണോ അതിൻ്റെ ഡബിൾ വേണം ചൂസ് ചെയ്യാനായിട്ട്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 164.42. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്ത് കഴിയില്ല എന്നറിയാം. അപ്പോൾ നിങ്ങളൊന്ന് സമാധാനമായിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ലാഗ് ഡിസ്റ്റൻസ് മാത്രമായിട്ടോ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമായിട്ടോ ചോദിക്കാം. ലാഗ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ VT എന്ന് മാത്രമേ ഉള്ളൂ. ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് ആണ് v²/2gf. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലിയർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇന്നർ ഫേസ് ഓഫ് 2 റെയിൽസ് ഫോമിംഗ് ദി ട്രാക്ക് അറ്റ് ദ ടോപ്പ് ഈസ്. ഏതാണ്? എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ് വരുന്നത്? 2 റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. റെയിൽസിൻ്റെ ടോപ്പിൽ ഇന്നർ ഫേസസ്
തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് പറയും? ഡിസ്റ്റൻസ് പറയുന്നതാണ് ഗേജ്. ഗേജ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരും. അടുത്തത്, നെയിം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വെസ്റ്റേൺ റെയിൽവേ. നെയിം ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വെസ്റ്റേൺ റെയിൽവേ. അപ്പോൾ നമുക്കിവിടെ മുംബൈ CST ഉണ്ട്, ന്യൂഡൽഹി, കൊൽക്കത്ത, ചർച്ച് ഗേറ്റ്, മുംബൈ, ഇങ്ങനെ പല പല ആൻസേഴ്സ് ഉണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ റെയിൽവേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളിത് അറിയാതെ പോയി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വെസ്റ്റേൺ റെയിൽവേയിൽ കൊൽക്കത്തയല്ല നമുക്ക് വരാം. കൊൽക്കത്ത ഏതിൻ്റെയാണ് വരാം? നമുക്ക് നോർമലി ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കൊൽക്കത്തയാണെന്നുള്ളത്. പക്ഷേ അല്ല. കൊൽക്കത്ത ഏതിൻ്റെയാണ് വരുന്നത്? ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡായിട്ടാണ് വരുന്നത്. ഇവിടെ എന്താണ് ആൻസർ വരിക? ചർച്ച് ഗേറ്റ് മുംബൈ ആണ് ആൻസർ. മുംബൈ 2 ഓപ്ഷൻസ് ഉണ്ട്. മുംബൈ CST ഉണ്ട്, ചർച്ച് ഗേറ്റ് മുംബൈ ഉണ്ട്. വെസ്റ്റേൺ റെയിൽവേയുടെ സെൻറ്റർ ആയിട്ടാണ് ചർച്ച് ഗേറ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ചർച്ച് ഗേറ്റ് മുംബൈ വരുന്നത്. അപ്പോൾ നമുക്കറിയാം റെയിൽവേനെ നമ്മൾ പല സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓരോ സോണുകൾക്കും എന്തുണ്ട്? ഓരോ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നതാണ് ചർച്ച് ഗേറ്റ് മുംബൈ. അപ്പോൾ മുംബൈ CST ചോദിച്ചാലോ? അത് ഇതിൻ്റെയാണ് സെൻട്രൽ റെയിൽവേയുടെ ആണ് വരുന്നത്. അപ്പോൾ ഇതെവിടെ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള സോണുകളും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സും അതിന് താഴെ വരുന്ന ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിൽ ഇപ്പോൾ നോക്കേണ്ടത് ഓരോ സോണും അതിന് താഴെയുള്ള ഹെഡ് ക്വാർട്ടേഴ്സും നോക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ കാണാം സെൻട്രൽ റെയിൽവേയുടെ സോണാണ്, ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് മുംബൈ വരുന്നത്. അതേപോലെ ഈസ്റ്റേൺ റെയിൽവേയുടെ ആണ് കൊൽക്കത്ത വരുന്നത്. മാറിപ്പോകരുത്, ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടാണ് കൊൽക്കത്ത വരുന്നത്. ദെൻ വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് മുംബൈ. മുംബൈ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഏതാണ് എക്സാക്ട്ലി? ചർച്ച് ഗേറ്റ് മുംബൈ ആണ്. മുംബൈ CST ആണ് സെൻട്രൽ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. മാറിപ്പോകരുത്, കാരണം ഇത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ ന്യൂഡൽഹി വരുന്നത് നോർത്തേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഈസ്റ്റും വെസ്റ്റും മാറിപ്പോവാതെ ഒന്ന് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടൈപ്സ് ഓഫ് സ്ലീപ്പർ ഹാസ് ലീസ്റ്റ് ലൈഫ്? ഇപ്പോൾ റെയിൽ നമുക്കറിയാം, റെയിലിന് മുകളിലൂടെയാണ് ട്രാക്ക് നമ്മുടെ ട്രെയിൻസ് മൂവ് ചെയ്യുന്നത്. ആ റെയിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നേരെ താഴെ ഇരിക്കുന്ന ആൾക്കാരാണ് സ്ലീപ്പേഴ്സ് അല്ലേ? സ്ലീപ്പേഴ്സ്. ഇപ്പോൾ 2 റെയിലുണ്ട്. ഈ റെയിലിന് നേരെ താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്ലീപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? ഒന്ന് ഈ റെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ, ഫാസ്റ്റൺ ചെയ്ത് വെക്കാനായിട്ട് അല്ലേ? ആ ലോഡ് താഴത്തേക്ക് ക്യാരി ചെയ്യാനായിട്ട്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നത്. സ്ലീപ്പറിന് കൊടുക്കാവുന്ന ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാസ്റ്റ് അയൺ സ്ലീപ്പർ, സ്റ്റീൽ സ്ലീപ്പർ, കോൺക്രീറ്റ് സ്ലീപ്പർ, വുഡൻ സ്ലീപ്പർ, ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് സ്ലീപ്പർ ഹാസ് ലീസ്റ്റ് ലൈഫ്? നമുക്കറിയാലോ ഏതായിരിക്കും? വുഡൻ സ്ലീപ്പേഴ്സിനാണ് ലീസ്റ്റ് ലൈഫ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ ലൈഫ് വരുന്നത് വുഡൻ സ്ലീപ്പറിനായിരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് പെർ റെയിൽ ലെങ്ത് ഓവർ ദി ബ്രോഡ് ഗേജ് റൂട്ട് ഇഫ് ദ സ്ലീപ്പർ ഡെൻസിറ്റി ഈസ് m+7. ടേക്ക് ദ ലെങ്ത് ഓഫ് 1 റെയിൽ ആസ് 13 മീറ്റർ. അപ്പോൾ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് പെർ റെയിൽ ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ആക്ച്വലി എന്ത്? സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ? സ്ലീപ്പർ ഡെൻസിറ്റി എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് m+7. അപ്പോൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡെൻസിറ്റി നമുക്കറിയാം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ സ്ലീപ്പർ ഡെൻസിറ്റി എന്താണ്? ഫുൾ ഒരു റെയിൽവേ ട്രാക്കിൽ എത്ര സ്ലീപ്പേഴ്സ് ഉണ്ടെന്നാണോ? അല്ല, ഒരു റെയിലാണ് നമ്മൾ എടുക്കുന്നത്. ഒരു റെയിൽ ലെങ്ത്തിൽ എത്ര സ്ലീപ്പേഴ്സ് അടുക്കി വെച്ചിട്ടുണ്ട്, അതിനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു റെയിൽ എടുത്തു, ഇതിൽ എത്ര സ്ലീപ്പേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിനെയാണ് എന്താ പറയുക? സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയാം. ഒരു റെയിൽ ലെങ്ത്തിൽ തന്നെ പറയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നതും. കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് സ്ലീപ്പേഴ്സ് റിക്വയർഡ് പെർ റെയിൽ ലെങ്ത്, അതായത് സ്ലീപ്പർ ഡെൻസിറ്റി എത്രയാണ്. എന്നിട്ട് അവർ തന്നെ തന്നിട്ടുണ്ട്, ഇഫ് ദ സ്ലീപ്പർ ഡെൻസിറ്റി ഈസ് m+7. എം എന്താണ് തന്നിരിക്കുന്നത്? എന്താണ് m+7 എന്ന് പറയുന്നത്? എം എന്താണ്? റെയിലിൻ്റെ ലെങ്ത് ആണ്. അതും ഗിവൺ ആണ്. ഇറ്റ് ഈസ് 13 മീറ്റർ. റെയിൽ ലെങ്ത് 13 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ സ്ലീപ്പർ ഡെൻസിറ്റി എന്ത് വരും? സ്ലീപ്പർ ഡെൻസിറ്റി ആണ് ക്വസ്റ്റ്യൻ. സ്ലീപ്പർ ഡെൻസിറ്റി m+7 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതിൽ എം എന്താണ്? 13 മീറ്റേഴ്സുമാണ്. സോ എന്ത് വരും? m+7, ദാറ്റ് ഈസ് 13 + 7 20 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക.
m+7 ദാറ്റ് ഈസ് 20 ആണ് നമ്മുടെ ആൻസർ വരിക. സോ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് സ്ലീപ്പർ ഡെൻസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹൈവേ, റെയിൽവേ, ടണൽ എന്നുള്ള സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റഡ് ടൈമിൽ മാക്സിമം ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഏകദേശം പഠിച്ചെത്തി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അധികം ദിവസങ്ങളില്ല, 11th എക്സാം. മാക്സിമം എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ട്രൈ ചെയ്യുക. എല്ലാവർക്കും അവരുദ്ദേശിക്കുന്ന ഒരു വിജയത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. Start your preparations for engineering competitive exams from top educators. Learn from the best.